ഉസ്താദ് ആഖിറം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനവർകളുടെ ഹസനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയാക്കി വലിയ ഉയർന്ന ദറജ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാനുഷികമായി ജീവിതത്തിൽ വല്ല വീഴ്ചകളോ പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ദീർഘകാലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇൽമ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ദർസും ഖുതുബയും ദീനീ പ്രവർത്തനവുമായി ജീവിച്ച മഹാനവറുകളുടെ ഈ സേവനങ്ങളൊക്കെ അല്ലാഹു തആല ആഖിറത്തിൽ സന്തോഷം ലഭിക്കുന്ന വളരെ മഹത്തായ എന്നെന്നും നിലനിൽക്കുന്ന മുറിഞ്ഞു പോകാത്ത അമലായി അല്ലാഹു തആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഉസ്താദന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ പുറത്തു നിന്ന് സ്വാലിഹീങ്ങളെ മഹബത്ത് വെച്ച് അവരുടെ മാർഗത്തിൽ ജീവിച്ച് അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് തൽക്കാലം ഇപ്പോൾ ചുരുക്കി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ഫാത്തിഹ ഓതി അല്ലെങ്കിൽ യാസീൻ ഓതി ലാസ്റ്റ് ദുആ ചെയ്യാ. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഉസ്താദന്മാർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കുകയും അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നമുക്ക് ഫത്ഹുൽ മുഈൻ ഓതാം. ലാസ്റ്റ് അവസാനിക്കുന്ന സമയത്ത് ഒരുപാട് കാലം ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്ത വലിയൊരു ഉസ്താദ് അവരുടെ പേരിൽ ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നമുക്കൊരു യാസീൻ ഓതി ദുആ ചെയ്യാം. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ തെക്കുമല ഉസ്താദ് നാട്ടിലാണ്, എന്നാലും അല്ലെങ്കിൽ കീശീരിയോ ആരെങ്കിലും ഇടപെട്ട് നമ്മളെ ക്ലാസിന്റെ ശേഷം പ്രവർത്തകന്മാരെ ഖത്തം എടുപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഖത്തം മോദി അതിന്റെ 7ന്റെ അന്നോ അല്ലെങ്കിൽ 15ന്റെ അന്നോ ഉസ്താദ് അവറുകളുടെ പേരിൽ നമുക്ക് ദുആ ചെയ്ത് ഹദിയാക്കാം. നമ്മൾ ഓതുന്നതിന്റെ കൂലി നമുക്ക് കിട്ടും ചെയ്യും. അതോടുകൂടി അതിന് തുല്യമായൊരു കൂലി ആ മഹാന്മാർക്ക് എത്തിച്ചു കിട്ടുകയും ചെയ്യുമ്പോൾ അവരുടെ ദുആ ബർക്കത്ത് കൂടി നമുക്ക് കിട്ടാൻ കാരണമാകും. അല്ലാഹു തആല എല്ലാ ഖൈറിനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബുധനാഴ്ച നമ്മളുടെ റൂം കറുത്തിട്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നേരിട്ട് കയറാൻ കഴിഞ്ഞില്ല. അപ്പോ 2ാം റൂം തുറന്ന് കുറെ ആളുകൾ അതിലായിരുന്നു. അപ്പൊ ചോദ്യം ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? തെക്കുമല ഉസ്താദ് നാട്ടിൽ നിന്ന് എത്തിന്ന് അന്നാ ഉസാറായി ചെയ്തു. മറ്റേ തെക്കുമല നാട്ടിലായി അന്ന് തന്നെ സൗകര്യം പോലെയൊക്കെ ക്ലാസ്സിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ നാട്ടിലെ അവസ്ഥ അങ്ങനെയാണല്ലോ, എപ്പോഴും ദൂരമായിട്ട് സാധിക്കൂല. ഇവിടെ ഉണ്ടായാൽ പിന്നെ എപ്പോഴും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ചോദ്യങ്ങളും ചോദിക്കണമെങ്കിൽ ഇന്ന് ചോദ്യത്തിൽ ഉൾപ്പെടുത്താം. ഇന്ന് അതിന്റെ ബാക്കി തുടർച്ച തന്നെയാണ്. ഖിയാമിൽ ചെയ്യേണ്ട മറ്റ് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വതുസന്നു ഫിർ റക്അത്തൈനിൽ ഊലയൈനി. ആദ്യത്തെ 2 റക്അത്തുകളിൽ സുന്നത്താക്കപ്പെടും. എവിടെന്നുള്ള ആദ്യത്തെ 2 റക്അത്ത്? മിർ റുബായിയത്തിൻ, 4 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ നിന്നും, ഔ സുലാസിയത്തിൻ, അതല്ലെങ്കിൽ 3 റക്അത്തുള്ള നിസ്കാരത്തിൽ നിന്നും. അപ്പൊ 3ഓ 4ഓ റക്അത്തുള്ള നിസ്കാരങ്ങളുടെ 1ഉം 2ഉം റക്അത്തിൽ സുന്നത്താക്കപ്പെടും. എന്നാൽ വലാ തുസന്നു, സുന്നത്താക്കപ്പെടൂല എന്നതാണ് നമ്മളെ ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. എവിടെ? ഫിൽ അഖീറത്തൈനി, അവസാനത്തെ 2 റക്അത്തുകളിൽ. അതായത് 3 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ 3ആം റക്അത്തിൽ, 4 റക്അത്തുള്ള നിസ്കാരത്തിൽ ആണെങ്കിൽ 3ത്തിലും 4ലും സൂറത്ത് സുന്നത്തില്ല എന്നാണ് നമ്മളെ മദ്ഹബിലെ മുഅ്തമദ്. എന്നാൽ അത് സുന്നത്താന്ന് പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. സഹീഹായ ചില ഹദീസുകളിലൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3ാമത്തെയും 4ാമത്തെയും റക്അത്തിൽ ഫാത്തിഹയ്ക്ക് പുറമെ സൂറത്ത് ഓതിയതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന്
നമ്മുടെ ഇമാമുമാർ നൽകിയ മറുപടി അത് ജായിസാണ്, വേണമെങ്കിൽ അങ്ങനെ ഓതുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജവാസിനെ ബയാൻ ചെയ്യാൻ, ജായിസാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചില സമയങ്ങളിൽ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തുകളിൽ ഓതിയതായി ചില ഹദീസുകളിൽ കാണുന്നത്. സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ ഓതിയിട്ടില്ല, അതുകൊണ്ട് അത് സുന്നത്തില്ല. എന്നാൽ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ചില ഹദീസുകളിൽ അങ്ങനെ വന്നത് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ അങ്ങനെ ബയാൻ ചെയ്തത്. എന്നാൽ മുഅ്തമദിനെതിരിൽ ചില ലൈഫായ വജ്ഹ് ഷാഫി മദ്ഹബിൽ തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിലേതിനേക്കാൾ അല്പം ചെറിയ സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുമുണ്ട് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. ആട്ടെ, എന്നാൽ ഈ സൂറത്ത് സുന്നത്താക്കപ്പെടുന്നത് ആർക്കാ? ഇല്ലാലി മസ്ബൂഖിൻ, പിന്തി തുടർന്ന ആൾക്കൊഴിച്ച്. പിന്തി തുടർന്ന ആളാണെങ്കിൽ മസ്ബൂഖിന് ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ മസ്ബൂഖാണെങ്കിൽ അയാൾക്ക് സൂറത്ത് സുന്നത്തില്ല. അങ്ങനെ മസ്ബൂഖ് ബി അല്ലം യുദ്രിക്കിൽ ഊലയൈനി. അതെ അതെ, അപ്പൊ എന്താ പറഞ്ഞു? വലാ തുസന്നു ഫിൽ അഖീറത്തൈനി എന്ന് പറഞ്ഞോടത്തൊക്കെ ബന്ധം. പിന്തി തുടർന്ന അല്ല, ലാസ്റ്റുള്ള റക്അത്തുകളിൽ സൂറത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ ആർക്ക് വെച്ചാണ്? മസ്ബൂഖിന് വെച്ചാണ്. മസ്ബൂഖിന് അവന്റെ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തുകളിൽ സൂറത്ത് സുന്നത്തുള്ള രൂപങ്ങൾ വരും. അതെങ്ങനെ? അതിന്റെ രൂപ പറയുന്നത് ബി അല്ലം യുദ്രിക്കിൽ ഊലയൈനി. ഈ മസ്ബൂഖ് ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിനെ എത്തിച്ചില്ല. ആരെ കൂടെ? മാ ഇമാമിഹി, ഇമാമിന്റെ കൂടെ. എന്ന് പറഞ്ഞാൽ ദുഹ്ർ നിസ്കാരത്തിൽ മൂന്നാം റക്അത്തിൽ വന്നിട്ട് ഒരാൾ തുടർന്നു, അയാൾക്ക് ഫാത്തിഹ ഓതാൻ സമയം കിട്ടി. ഫാത്തിഹ ഓതിയപ്പോക്ക് ഇമാം റുക്കൂയിൽ പോയി. നാലാമത്തെ റക്അത്തിലും അങ്ങനെ തന്നെ ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം കിട്ടിയപ്പോ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതാൻ സമയം കിട്ടിയില്ല. അപ്പൊ പിന്നെ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റ് തന്റെ നിസ്കാരത്തിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്ത് പൂർത്തിയാക്കുമല്ലോ. അപ്പോൾ സൂറത്ത് സുന്നത്തുണ്ട് അടോ. അപ്പൊ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സുന്നത്തില്ല എന്ന് പറഞ്ഞത് ആർക്കും സുന്നത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പിന്തി തുടർന്ന മൂന്നാമത്തെ റക്അത്തിൽ തുടർന്ന ആളുകൾക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്ത് അവനെ സംബന്ധിച്ച് ഇമാമിന്റെ മൂന്നും നാലും റക്അത്തായിരിക്കുമല്ലോ. അപ്പോൾ ഫാത്തിഹ ഓതാനല്ലാതെ സൂറത്ത് ഓതാൻ സമയം കിട്ടിയില്ല. എന്നാ പിന്നെ ഇമാം സലാം വീട്ടിയതിനു ശേഷം പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറത്ത് സുന്നത്തുണ്ട്. അതേസമയത്ത് ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ തന്നെ സൂറത്ത് ഓതാൻ സൗകര്യം കിട്ടി. അങ്ങനെ ഇവൻ കുറച്ച് സ്പീഡിൽ ഓതുന്ന ആളാ ഈ മൗമൂമ്. ഇമാമാണെങ്കിലോ സാവകാശം ഓതുന്ന ആളുമാണ്. അപ്പൊ ഇമാമ് ഫാത്തിഹ ഓതി തീർന്നപ്പോഴേക്ക് മൗമൂമിന് ഫാത്തിഹ ഓതാനും ഒരു സൂറത്ത് ഓതാനും സൗകര്യപ്പെട്ടു. അങ്ങനെ അത് ഓതി. എങ്കിൽ അവനും തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ എന്തില്ല? സൂറത്ത് സുന്നത്തില്ല. തന്നെയല്ല, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ തന്നെയാണ് അവൻ സൂറത്ത് ഓതേണ്ടത്. അത് പക്ഷേ സാധാരണ കിട്ടൂല. ഇത് രണ്ടും കൂടി ഒത്തുവരണം. അതായത് മൗമൂമ് കുറച്ച് സ്പീഡിൽ ഓതാൻ സാധിക്കുന്ന ആളാണ്, ഇമാം ആണെങ്കിൽ വളരെ സാവകാശം ഓതുന്ന ആളുമാണ്. അങ്ങനെ വരുമ്പോൾ ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോഴേക്കും ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞ് ചെറിയൊരു സൂറത്തും ഓതാം. അന്ന് സമയം കിട്ടിയാൽ ഓക്കെ. ആ കിട്ടിയില്ലെങ്കിൽ ഇവൻ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ഇമാമ് സലാം വീട്ടിയതിനു ശേഷം എഴുന്നേറ്റാൽ ആ മൂന്നിലും നാലിലും സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. അതാ ഫയഖറഉഹ, സൂറത്തിനെ അവൻ ഓതണം. ഫി ബാഖി സ്വലാത്തിഹി, അവന്റെ നിസ്കാരത്തിന്റെ ബാക്കിയിൽ. നേരത്തെ 4 റക്അത്തുള്ളതാണെങ്കിൽ മൂന്നിലും നാലിലും. 3 ഉള്ളെങ്കിലോ 3 തന്നെ ഓതുക. ഉദാഹരണം, മഗ്രിബിന്റെ 3 റക്അത്തിലാ തുടർന്ന് ഓട്ടിക്കൊടി, അല്ലെങ്കിൽ മഗ്രിബിന്റെ 2 റക്അത്തിലാ തുടർന്ന് എന്ന് വെച്ചോളി. ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടി, ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയുള്ളൂ. അതല്ലെങ്കിൽ സൂറത്ത് ഓതാനുള്ള സമയം അവിടെ പിന്നെ ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് സൂറത്ത് ഓതേണ്ട ആവശ്യമില്ലല്ലോ. ഇമാം സലാം വീട്ടിയ ശേഷം
ഇവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. 2 റക്അത്ത് ഉണ്ടെങ്കിൽ അവന്റെ 2ാമത്തെ 3ാമത്തെ റക്അത്തിൽ ഓതുക. ഇല്ല, ഇമാമിന്റെ കൂടെ 2 റക്അത്ത് കിട്ടിയെന്ന്, എന്നാൽ അതിൽ 2 സൂറത്ത് ഓതാൻ സമയം കിട്ടിയിട്ടില്ല. എന്നാ പിന്നെന്താക്ക, 3ാം റക്അത്തിൽ തന്നെ 2 സൂറത്തോടെ ഓതുക. അങ്ങനെ അതാണ് ഇദാ തദാറക്കഹു, ബാക്കി നിസ്കാരത്തെ അവൻ ഇമാമു സലാം വീട്ടിയതിനു ശേഷം വീണ്ടെടുത്ത് പരിഹരിക്കുന്ന സമയത്ത് ഓതുക. പക്ഷെ അത് എപ്പോഴാ സുന്നത്താകുക? വലമ്യക്കും ഖറഅഹാ ഫീമാ അദ്റകഹു, ഇമാമിന്റെ കൂടെ അവന് ലഭിച്ച റക്അത്തിൽ ഓതിയിട്ടില്ലെങ്കിൽ. അതാ നേരത്തെ പറഞ്ഞത്, ഓതാൻ സമയം കിട്ടിയാൽ അവിടെ തന്നെയാണ് ഓതണ്ട്. ഓതാൻ സമയം കിട്ടിയാൽ അവിടെ തന്നെ ഓതാം. പക്ഷെ അങ്ങനെ സൂറത്ത് ഓതാൻ സമയം കിട്ടിയിരുന്നില്ല ഇമാമിന്റെ കൂടെ. എന്നാൽ പിന്നെ ബാക്കി പരിഹരിക്കുന്ന സമയത്ത് ആ 3ാമത്തെയോ അല്ലെങ്കിൽ 3ാമത്തെയും 4ാമത്തെയുമായ റക്അത്തുകളിൽ ഓതാം. പക്ഷെ എപ്പോഴേ അത് ഓതേണ്ടതുള്ളൂ? മാലം തസ്കുത്തു അൻഹു, ഈ ഓത്ത് അവനെ തൊട്ട് ഒഴിവാകാത്ത സാഹചര്യത്തിൽ, സുന്നത്താവുന്ന തൊലബ് അവന് നിന്നിട്ട് ഒഴിവാകാത്ത സമയത്ത്. അങ്ങനെ ഒഴിവാകുക? ലികൗനിഹി മസ്ബൂഖൻ ഫീമാ അദ്റകഹു, അവൻ എത്തിച്ച റക്അത്തിലോ മസ്ബൂഖാണ് എന്ന് പറഞ്ഞാൽ 2ാം റക്അത്ത് തുടർന്ന് ഓട്ടിക്കോളി നിങ്ങള്. ഈ 2ാം റക്അത്ത് തുടർന്നപ്പോ ശരിയായ നിസ്കാരാണ്, ളുഹുറാണ്, നോട്ടിക്കോളി. ഈ ളുഹുറിൽ ഇവൻ 2ാം റക്അത്ത് തുടർന്നപ്പോ ഇമാമ് ഖിറാഅത്ത് കഴിഞ്ഞ് റുക്കൂയിൽ പോകാൻ അടുത്തായിന്. അങ്ങനെ ഇവൻ തക്ബീർ കെട്ടി ഫാത്തിഹ തുടങ്ങിയുള്ളൂ. അപ്പോഴേക്ക് ഇമാമ് റുക്കൂയിൽ പോയി. ആ റക്അത്തിലെ ഫാത്തിഹ ഇമാമ് ചുമക്കും പോലെ സൂറത്തും ചുമക്കും. അത് പിന്നെ പരിഹരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? മറ്റേ നമ്മൾ പറഞ്ഞ 3ാമത്തെയോ 4ാമത്തെയോ റക്അത്തിലാണ് ഇമാമിനോട് കൂടി തുടരുന്നത്. അവിടെ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം മാത്രം കിട്ടുകയും ചെയ്തു. അവിടെ പിന്നെ ഫാത്തിഹ ഇമാമ് ചുമക്കുന്ന പ്രശ്നമില്ല. അവൻ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയെന്ന് ഫാത്തിഹ ഓതിന്, സൂറത്ത് ഓതാൻ സമയം കിട്ടിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ഈ നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി അവസാനം എഴുന്നേൽക്കുമ്പോൾ അവിടെ ആ സൂറത്ത് ഓതാം. മനസ്സിലായല്ലോ? അവൻ എത്തിയ ഫീമാ അദ്റകഹു പറഞ്ഞാൽ അവൻ ഏത് റക്അത്തിലാണോ ഇമാമിനെ എത്തിച്ചത് ആ റക്അത്തിൽ മസ്ബൂഖായിരുന്നു. ചിലപ്പോ 2 റക്അത്തിൽ മസ്ബൂഖാകാം. ഉദാഹരണം, റുക്കൂയ്ക്ക് പോയി സുജൂദ് പോകാൻ വയ്യ, തിരക്കുകൊണ്ട് അവന് ഇമാമ സുജൂദ് കഴിഞ്ഞിട്ട് ഉയരാൻ വേണ്ടിയിട്ട് കാത്തുന്നതാ. ബാക്കി മൗമൂമിങ്ങളും ഇമാമും സുജൂദ് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ വേണ്ടി കാത്തുന്നു. എന്നിട്ട് ഇവന് സുജൂദ് ചെയ്യാൻ പറ്റിയുള്ളൂ. സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് നൃത്തത്തിലെത്തിയപ്പോക്ക് ഇമാമ അടുത്ത റക്അത്തിൽ റുക്കൂയിൽ പോവുകയാണ്. ഖലാസ് ഫാത്തിഹ ഇമാമു ചുമക്കും, സൂറത്തും ചുമക്കും. ഇങ്ങനെ ചുമക്കാതെന്നാല്, കാരണം അവൻ ഇമാമിന്റെ കൂടെ എത്തിച്ചതിൽ മസ്ബൂഖാണെങ്കിൽ ഫാത്തിഹ തന്നെ ഇമാമ ചുമക്കുന്നുണ്ട്. ഫർലായ ഫാത്തിഹ തന്നെ ഇമാമ് ചുമക്കുന്നുണ്ടെങ്കിൽ പിന്നെ സുന്നത്തായ സൂറത്ത് ചുമക്കുന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇമാമ് തന്റെ ഖിറാഅത്തിനെ ഹംല് ചെയ്യാത്ത, വഹിക്കാത്ത നിലക്ക് ഇമാമിന്റെ കൂടെ കിട്ടിയ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് പുറമെ സൂറത്ത് ഓതാൻ പറ്റാതെ വന്ന് ഇമാമ് ചുമക്കുന്ന നിലക്കുള്ള മസ്ബൂഖ് അല്ലാതാവുകയും ചെയ്താൽ തന്റെ നിസ്കാരം ബാക്കിയുള്ള റക്അത്ത് പൂർത്തിയാക്കുന്ന സമയത്ത് ആ സൂറത്ത് ഓതൽ സുന്നത്താണ്. അതിലൊഴിച്ചെന്ന് പറയാൻ കാരണം എന്താ? ഇമാമിനോട് കൂടി ഇവൻ തുടർന്ന് ഇമാമിൽ നിന്ന് എത്തിച്ച റക്അത്തിൽ മസ്ബൂഖ് ആയിട്ടില്ലെങ്കിലാണ് പിന്നെ ബാക്കി പരിഹരിക്കുന്ന റക്അത്തിൽ ഓതേണ്ടത് എന്ന് പറയാൻ കാരണം, ലിഅന്നൽ ഇമാമ ഇദാ തഹമ്മല അൻഹു, ഈ മസ്ബൂഖിനെ തൊട്ട് ഇമാമ് വഹിക്കുന്നെങ്കിൽ അൽ ഫാത്തിഹത, ഫർളാക്കപ്പെട്ട ഫാത്തിഹ തന്നെ ചുമക്കുന്ന സാഹചര്യമാണെങ്കിൽ ഫസൂറത്താവൂല, പിന്നെ സൂറത്തിനെ ഇമാമ് ചുമക്കുന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫർളായത് ചുമക്കുമെങ്കിൽ പിന്നെ സുന്നത്ത് ചുമക്കാതെ ബാക്കി ഉണ്ടാവുമോ? നാട്ടിൽ കാരണന്മാര് പറയും പോലെ തീക്കട്ട എറുമ്പരിച്ചാ പിന്നെ കരിക്കട്ട വെച്ചേക്കുവോ? ഫർള് തന്നെ ഇമാമ് വഹിക്കുമെങ്കിൽ പിന്നെ സുന്നത്തുണ്ടോ അവിടെ ബാക്കി? അപ്പൊ അങ്ങനെ മസ്ബൂഖ് താൻ ഇമാമിനോട് കൂടി തുടർന്ന റക്അത്തിൽ മസ്ബൂഖായത് കൊണ്ട് ഫാത്തിഹയെ ഇമാമ് ഹംല് ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ പിന്നെ ആ സൂറത്ത് ലാസ്റ്റ് ഇമാം സലാം വീട്ടിയതിനു ശേഷം ബാക്കി നിസ്കാരത്തിൽ പരിഹരിക്കേണ്ടതില്ല, ഇമാമ് ചുമന്നു. അപ്പൊ ഇമാമ് ചുമക്കാതെ വരികയും കൂടി ചെയ്യുന്ന സാഹചര്യത്തിലാണ് പിന്നെ തനിക്ക് ഓതാൻ സമയവും കിട്ടിയിട്ടില്ല, ഇമാമ് ചുമക്കുന്ന നിലക്കുള്ള മസ്ബൂഖ് ആയിട്ടുമില്ല,
എങ്കിൽ പിന്നെ ഇമാം സലാം വീട്ടിയതിന് ശേഷം ബാക്കി നിസ്കരിക്കുമ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ റക്അത്തിൽ സൂറത്തോതിൽ സുന്നത്ത് വരും. അവിടെ കഴിഞ്ഞു. അപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ സുന്നത്താക്കപ്പെടും സൂറത്ത് അല്ലെങ്കിൽ ആയത്ത്. അത് നേരത്തെ പറഞ്ഞതാ. എന്നാൽ ഈ ഓതുന്നോടത്ത് തന്നെ വയുസന്നു സുന്നത്താക്കപ്പെടും ഒന്നാം റക്അത്തിലെ ഓത്തിനെ ദീർഘിപ്പിക്കൽ അലസാനിയത്തി രണ്ടാം റക്അത്തിലെ ഓത്തിനേക്കാളും. എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും റക്അത്തുകളിൽ സുന്നത്താണല്ലോ, എന്നാൽ രണ്ടും ഒരേ ദൈർഘ്യം വരലോ അല്ലെങ്കിൽ രണ്ടാമത്തേത് ഒന്നാമത്തേനേക്കാൾ ദൈർഘ്യം കൂടലോ സുന്നത്തിനെതിരാ. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ അല്പം കൂടുതൽ ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ അതിൽ അല്പം കുറയുക, ഇതാണ് സുന്നത്ത്. പക്ഷെ എല്ലായിടത്തും അല്ല. മാലം യർദ് നസ്സുൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വ്യക്തമായ റിവായത്ത് വരാത്തോടത്ത് ബിതത്വീലി സാനിയത്തി രണ്ടാം റക്അത്തിനെ ഒന്നാം റക്അത്തിനേക്കാൾ ദീർഘിപ്പിച്ചതായി നസ് ഇല്ലാത്തോടത്താണ് ഒന്നാം റക്അത്തിന്റെ ഓത്ത് രണ്ടാം റക്അത്തിന്റെ ഓത്തിനേക്കാൾ ദീർഘിപ്പിക്കണം എന്ന് പറഞ്ഞത്. അതായത് ഇപ്പൊ സബ്ബിഹിസ്മിം ഹൽ അത്താക്കിയും ഓതാൻ വേണ്ടിയിട്ട് പല നിസ്കാരങ്ങളിലും സുന്നത്തായി നമ്മൾ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ നമ്മൾ എണ്ണി നോക്കിയാല് സബ്ബിഹിസ്മന്റെ ആയത്ത് ഹൽ അത്താക്കന്റെ ആയത്തിനേക്കാൾ കുറവാണ്. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ ഓതിയാൽ രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അത്താക്ക ഓതുമ്പോൾ സ്വാഭാവികമായും ഒന്നാമത്തെ റക്അത്തിലുള്ളതാണ് അല്പം ദൈർഘ്യം കുറവ്, രണ്ടാമത്തെ റക്അത്തിൽ ദീർഘം കൂടുകയാണല്ലോ. അതിന് കുഴപ്പമില്ല, അത് നസ്സു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓതിയതായിട്ട് നസ്സു വന്നതാണ്. അങ്ങനെ വരാത്തയിടത്ത് രണ്ടാം റക്അത്തിലെ ഓത്തിനേക്കാൾ ഒന്നാം റക്അത്തിലെ ഓത്ത് ദീർഘിക്കൽ സുന്നത്തുണ്ട്. അതിന്റെ പുറമെ അവൻ ഓതലും സുന്നത്തുണ്ട്. അലാ തർത്തീബിൽ മുസ്ഹഫി, മുസ്ഹഫിന്റെ ക്രമത്തിൽ ഓതൽ അതും സുന്നത്താണ്. ഹലോ ഉസ്താദെ, മൈക്ക് പോയി തോന്നുന്നു. ഹലോ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് DC ആയി പോയി, കറണ്ട് പോയെന്നറിയില്ല, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ മൈക്ക് എടുക്കാതെ തന്നെ ഉസ്താദ് പെട്ടെന്ന് മൈക്കിൽ വരും ചെയ്യും, അല്ലെങ്കിൽ എന്റെ പീസിയുടെ കുഴപ്പച്ചിട്ടാ മൈക്ക് എടുക്കാതിരുന്നത്. ഉസ്താദ് പോയിട്ട് പുറത്തു പോയിട്ടുണ്ട്, DC ആയി പോയിട്ടുണ്ടല്ലേ. ഇൻവൈറ്റ് ചെയ്താൽ ഒരു പക്ഷെ വരുമായിരിക്കും ഉസ്താദ്. ഇൻഷാല്ലാ അബൂഷാക്കർ ഉസ്താദ് ഇപ്പൊ എത്തും. ക്ലാസ് തൽക്കാലം ഉസ്താദ് DC ആയി പോയതാണ് എന്ന് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ആലുരാജിക്ക വേണമെങ്കിൽ മൈക്ക് എടുത്തോളൂ, മൈക്ക് വിട്ടു. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. നെറ്റല്ല, നെറ്റ് നല്ല ക്ലിയർ നെറ്റാണ്, ഒരു കുഴപ്പമില്ല. 4G നെറ്റാണ്. നിങ്ങൾ ആ വിചാരിച്ചേക്ക് മുക്കാക്കായിന്റെ നെറ്റല്ല, നെറ്റിനൊരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഇടക്ക് ഈ ബൈലക്സുകാരുണ്ടല്ലോ, ഐറ്റങ്ങൾക്ക് ഒരു വയറ്റ് നോക്കാം. ആ വയറ്റ് നോക്കില് പുറത്തു പോയതാ. എവിടെ എത്തിനി ആരുമില്ലേ? നമ്മള് വല്ല വധിയുണ്ടോ? വാരത്തവാലി അല്ലേ? അവിടെ തന്നെയുള്ളത് തോന്നുന്നു.
നിങ്ങള് അടിച്ചൊക്കെ എന്തേന്ന് പോയിന്, രണ്ടാമത് അടിച്ചോളി. തർത്തീബ് മുസാഹിഫിന്റെ തർത്തീബ് അനുസരിച്ച് ഓതിയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിന്റെ പുറമെ വാരത്തവാലി, മുസാഫിലുള്ള ആ തുടർച്ചയും, ആ തർത്തീബുൽ മുസാഹിഫ് നേരത്തെ പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞ് വാരത്തവാലി വായിച്ചപ്പോഴാ പുറത്തു പോയത്. മനസ്സിലായില്ലേ? വാരത്തവാലി തുടർച്ചയായിട്ടുള്ള സൂറത്തുകളാവലും സുന്നത്താണ്. മുസാഹിഫിന്റെ തർത്തീബും മുസാഹിഫിന്റെ മുവാലാത്തും പാലിക്കുക. അങ്ങനെയാണ് മുസാഹിഫിന്റെ മുവാലാത്ത് പാലിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞേക്ക് ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂന ഓതിയാൽ തൊട്ടടുത്ത റക്അത്തിൽ ഇദാ ജാഅ നസ്റുല്ലാഹി ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയാൽ തൊട്ടടുത്ത രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. അപ്പൊ എന്തായി? തർത്തീബുമായി മുവാലാത്തുമായി. ആദ്യത്തെ മുകളിലുള്ള സൂറത്ത് ആദ്യം ഓതുക, തൊട്ട് അതിന്റെ ശേഷമുള്ള ആയത്ത് ഓതുക, അല്ല അതിന് ശേഷമുള്ള സൂറത്ത് ഓതുക. അപ്പൊ അടുത്തടുത്തതായുമ്പം മുവാലാത്ത് കിട്ടി. ആദ്യം മേലുള്ളത് പിന്നെ താഴെയുള്ളത് എന്ന് പറഞ്ഞാൽ തർത്തീബ് പോയി. ഇപ്പൊ ഒരാള് ഫസ്റ്റിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി, എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയാലോ മുവാലാത്ത് കിട്ടും. പക്ഷെ എന്ത് കിട്ടൂല? തർത്തീബ് കിട്ടൂല. കാരണം തർത്തീബ് തല തിരിഞ്ഞല്ലോ. അപ്പൊ ഇത് രണ്ടും പാലിക്കൽ സുന്നത്താ. പ്രത്യേകം വാരിതാകാത്തോർത്തിട്ടോ. ഉദാഹരണം ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഒരുപാട് സ്ഥലത്ത് സുന്നത്തായി പറഞ്ഞല്ലോ. അവിടെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും സുന്നത്തുള്ള സ്ഥലവും പറഞ്ഞു. അവിടെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും സുന്നത്ത് പറഞ്ഞാൽ രണ്ടും ഓക്കെയാണ്. തർത്തീബും വാലാത്തുത്ത്. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ യാ അയ്യുൽ കാഫിറൂനയും പറഞ്ഞാലോ അവിടെ തർത്തീബേ ഉള്ളൂ, ഏതില്ല? മുവാലാത്തില്ല. കാരണം ഖുൽ യാ അയ്യുൽ കാഫിറൂനു ശേഷം ഖുൽ ഹുവല്ലാഹുവിന്റെ ഇടയ്ക്ക് രണ്ട് സൂറത്തുണ്ടല്ലോ. ഇപ്പൊ മുവാലാത്ത് മുറി ഉണ്ടാവും, കുഴപ്പമില്ല. കാരണം അത് നെസ് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നെസ് വന്നാൽ അപ്പൊ അന്ന് ബന്നേക്ക് ചെയ്യാം. അല്ലാത്തോടത്ത് തർത്തീബും മുവാലാത്തും പാലിച്ചുകൊണ്ട് ഓതൽ സുന്നത്താണ്. എന്നാ അവിടെ തന്നെ മാലന്തക്കും തെനീഹ, തൊട്ട് താഴത്തുള്ള സൂറത്ത് ആകാതിരിക്കുമ്പോൾ അതുവല ആദ്യത്തെ മേലുള്ള സൂറത്തിനെക്കാട്ടിലും ദീർഘമുള്ളതാവാതിരിക്കുമ്പോൾ മുവാലാത്തും പാലിക്കുക എന്ന് പറഞ്ഞാലോ, ഉദാഹരണം ഒന്നാമത്തെ റക്അത്തിൽ ഒരാള് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്ത് ഓതി. അതിന്റെ തൊട്ട് താഴത്തുള്ളത് ഏതാണ്? ബയ്യിന, ലം യകുനില്ലദീന കഫറു എന്ന സൂറത്ത്. അപ്പോ ലം യകുനില്ലദീന കഫറു എന്ന സൂറത്ത് അതിന്റെ മേലുള്ള ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്തിനേക്കാൾ ഒരുപാട് വലിപ്പമുള്ളതാ. അപ്പൊ അവിടെ മുവാലാത്ത് പാലിച്ചാൽ എന്തുവരും? ഒന്നാമത്തെ റക്അത്തിൽ ദീർഘം കുറയുകയും രണ്ടാമത്തെ റക്അത്തിൽ ദീർഘം കൂടുകയും ചെയ്യും. അങ്ങനെയുള്ളടത്ത് തർത്തീബ് പാലിക്കുക, പക്ഷെ മുവാലാത്ത് പാലിക്കേണ്ടതില്ല. അപ്പൊ എന്തു മതി? ഇദാ സുൽസിലത്തി ഓതിയാ മതി. അപ്പൊ ഈ ഇടക്ക് ലമ്യക്കുനി വിട്ടല്ലോ എന്നുള്ളത് പ്രശ്നം വരൂല. പക്ഷേ അവിടെ തന്നെ ഇമാം റംലി റഹ്മഹുല്ലാഹ് തങ്ങളൊക്കെ മുഖ്താറാക്കിയതനുസരിച്ച് അങ്ങനെയല്ല വേണ്ടത്. തർത്തീബും മുവാലാത്തും പാലിച്ച് തന്നെ ഓതുക. അപ്പൊ പിന്നെന്താക്കുക? ലം യകുനില്ലദീന കഫറു എന്ന് പറയുന്ന സൂറത്തുൽ ബയ്യിനത്തിൽ നിന്നും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നതിനേക്കാൾ അല്പം കുറച്ച് ഓതുക. അപ്പൊ രണ്ടാമത്തെ സൂറത്ത് പൂർത്തിയായിട്ട് പോകാതെ എന്നാ മതി. എന്നാൽ എന്ത് കിട്ടും? തർത്തീബും മുവാലാത്തും പാലിക്കുക എന്നത്. മാലന്തക്കുന്ന് അല്ലത്തി തലീഹാന്ന്, അല്ലത്തിണ്ട് അല്ലത്തിയാണ് സൂറത്ത് എന്ന അർത്ഥത്തിനാ. മാലന്തക്കുന്ന് അല്ലത്തി തലീഹാന്ന് പറഞ്ഞാലേ ഈ ഓദ്യ സൂറത്തിനോട് താലിയായിട്ട് വരുന്ന തൊട്ട് താഴത്ത് വരുന്നതായ സൂറത്ത്, ആ സൂറത്തിലേക്ക് അല്ലത്തി കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്ന ആ സൂറത്താ. അല്ലത്തി ഉണ്ടായിട്ട് തന്നെ. ഇനി വലൂ തആറള തർത്തീബു വതത്വീലുൽ ഊല. ഇപ്പൊ മുവാലാത്തും തർത്തീബും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇനി തർത്തീബാക്കി ഓതുകയും അതോടുകൂടി ഒന്നാമത്തേനെ ദീർഘിപ്പിക്കുകയും ചെയ്യുന്നതിന് പ്രയാസമുണ്ട്, അസൗകര്യം വന്ന്. ഏതുപോലെ ഉദാഹരണം, ഒരാൾ അൽ ഇഖ്ലാസ ഒന്നാമത്തെ റക്അത്തിൽ ഓതിയത് സൂറത്തുൽ ഇഖ്ലാസാൻ. ഇനി അവിടെ
തെർത്തീബ് പാലിച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ ഏതാ ഓതേണ്ടത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുമ്പോൾ തെർത്തീബ് കിട്ടും, മുവാലാത്തും കിട്ടും. പക്ഷെ എന്ത് വരും? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് രണ്ടാമത്തെ റക്അത്തിൽ ഓതുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഓതിയ സൂറത്തിനേക്കാൾ വലുത് എന്ന് വരുമല്ലോ. അപ്പൊ ഇവിടെ ഏതാ നോക്കേണ്ടത്? 3 ഖൗല അവിടെ. തെർത്തീബ് മാത്രം നോക്കുക. അപ്പൊ ഒന്നാമത്തെ റക്അത്തിനേക്കാൾ രണ്ടാമത്തെ റക്അത്ത് നീണ്ടാലും തരക്കിടില്ല എന്നൊരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം അങ്ങനെയല്ല, ഒന്നാമത്തെ റക്അത്തിനേക്കാൾ രണ്ടാമത്തേത് ദീർഘിക്കാതിരിക്കുക എന്നതാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ അവിടെ മുവാലാത്തും തെർത്തീബും നോക്കേണ്ടതില്ല. അപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ ഇന്ന അത്തൈനാക്കൽ കൗസർ ഓതുക. ആയത്തില് 4 ആയത്തിന്റെ ബിസ്മി അല്ലാതെ, അതേ സമയത്ത് ഇന്ന അത്തൈനാക്കൽ കൗസറിൽ ബിസ്മി അല്ലാത്ത 3 ആയത്തല്ലേ ഉള്ളൂ. അപ്പൊ അത് ഓതുക. അപ്പൊ ഒന്നാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതിയ പിന്നെ ഇന്ന അത്തൈനാക്കൽ കൗസർ ഓതുക. ഫഹൽ യഖറഉൽ ഫലഖ നവറ ലിതർതീബി. തെർത്തീബ് നോക്കിയാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണം. അതാണോ ഓതേണ്ടത്? അതല്ല, അവിൽ കൗസറ ഇന്നാത്തൈനാക്കൽ കൗസറിനെ ഓതണോ? എങ്ങനെ? നവറ ലിതത്വീലുൽ ഊല, ഒന്നാമത്തെ റക്അത്തിലുള്ള ഓത്ത് രണ്ടാമത്തെ റക്അത്തിനേക്കാൾ ദീർഘിപ്പിക്കണം എന്ന സുന്നത്തിനെ നോക്കിയിട്ട് ഇന്നാത്തൈനാക്ക ഓതണോ? കുല്ലുൻ മുഹ്തമലുൻ. 2 സാധ്യത ഉണ്ട്. കാരണം രണ്ടും പരിഗണിക്കേണ്ട വിഷയമാണ്. ഒന്നാമത്തെ റക്അത്തിലെ ഓത്തിനേക്കാൾ അല്പം ചുരുങ്ങിയതാണ് രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടത്, ഒന്നാമത്തേന് ദീർഘിപ്പിക്കണം എന്ന് പറഞ്ഞ സുന്നത്ത് പരിഗണിക്കുക. തെർത്തീബ് അത്ര കണിശമാക്കേണ്ടതില്ല എന്ന് വെച്ചാൽ ഇന്നാത്തൈനാക്കൽ കൗസർ ഓതാൻ വേണ്ടിയില്ല. അല്ല, വൽ അഖ്റബു അല്ല, 2 സാധ്യതയിൽ കൂടുതൽ പരിഗണിക്കാൻ അഖ്റബ് എന്ന് പറഞ്ഞാൽ സ്വവാബ് കൊള്ള കുറച്ചുകൂടി അഖ്റബ്, എത്തിമാദ് ചെയ്യാൻ മുഅ്തമദാക്കാൻ കൂടുതൽ യോജിപ്പ് തോന്നുന്നത് ആദ്യത്തേതാണ് എന്ന് പറഞ്ഞാൽ, അതായത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക. ഏത് നോക്കേണ്ടതില്ല? ഒന്നാമത്തെ റക്അത്തിലെ ഓത്തിനേക്കാൾ രണ്ടാമത്തത് കുറയണം എന്ന് പറയുന്നത് പരിഗണിക്കേണ്ടതില്ല. തെർത്തീബിനാണ് മുവാലാത്തിനോട് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് വെച്ചിട്ട് ഫലഖ് ഓതുക. അവിടെ തന്നെ ഇമാം റംലി തങ്ങൾ പറഞ്ഞത് ഇബ്നു ഹജർ ഹൈതമിന്റെ അഭിപ്രായം ഖാലഹു ശൈഖുനാ ഫി ശറഹുൽ മിൻഹാജ്. ഇങ്ങനെ 2 സാധ്യതയുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള തെർത്തീബും മുവാലാത്തും പാലിച്ചുകൊണ്ട് രണ്ടാമത്തെ റക്അത്തിലെ സൂറത്ത് അല്പം നീണ്ടാലും വേണ്ടിയില്ല, തൊട്ടടുത്തുള്ള ശേഷമുള്ള സൂറത്ത് ഓതലാണ് നല്ലത് എന്നാണ് തൊയ്ഫെ പറയുന്നത്. എന്നാൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അവിടെ പറഞ്ഞത് തെർത്തീബും മുവാലാത്തും പാലിക്കുന്നതോട് കൂടി തന്നെ എന്തെടുക്കാം? ഒന്നാമത്തെ റക്അത്തിലെ ഖിറാഅത്തിനെ ദീർഘിപ്പിക്കുക എന്ന സുന്നത്ത് കൂടി ഇവിടെ എടുക്കാൻ പറ്റും. എങ്ങനെ? ഈ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിൽ നിന്നും ഖുൽ ഹുവല്ലാഹു അഹദിനേക്കാളും അല്പം കുറച്ചു വരുന്ന ഭാഗം മാത്രം ഓതുക. അപ്പൊ തെർത്തീബും കിട്ടും, മുവാലാത്തും കിട്ടും. ഒന്നാമത്തെ റക്അത്തിനേക്കാൾ രണ്ടാമത്തെ റക്അത്തിലെ ഓത്ത് കുറയുക എന്ന് പറഞ്ഞാൽ അതും കിട്ടും. പിന്നെ എന്തേ കുറവുള്ളൂ? ഒരു പൂർണ്ണമായ സൂറത്ത് ഓതിയില്ല എന്നുള്ള ഒരു പ്രശ്നമേ വരുള്ളൂ. പക്ഷെ 3 സുന്നത്ത് കിട്ടുമ്പം ഈ ഒരു സുന്നത്ത് ഒഴിഞ്ഞാലും വേണ്ടിയില്ല, അതാണ് വേണ്ടത് എന്നാണ് ഇമാം റംലി തങ്ങൾ പറഞ്ഞത്. ഇനി ഇങ്ങനെ ഖുർആൻ ആയത്ത് ഒരായത്ത് സൂറത്തായറ്റും നല്ലൊന്നും പറഞ്ഞു. ഇങ്ങനെ ഫാത്തിഹയ്ക്ക് ശേഷം ഒരായത്തോ അതല്ലെങ്കിൽ ഒരു സൂറത്ത് തന്നെയോ ഒക്കെ ഓതൽ സുന്നത്താക്കപ്പെടുക ആർക്ക് മാത്രമാണ്? ലി ഇമാമിൻ, ഇമാമിനാണ് സൂറത്ത് സുന്നത്താക്കപ്പെടുക. വ മുൻഫരിദിൻ, ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കുമാണ് സുന്നത്താക്കപ്പെടുക. ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നവനല്ലാത്ത മൗമൂമിനും. മൗമൂമിന് മൊത്തത്തിൽ പൊതുവെ സുന്നത്തല്ല, ഇമാമിന്റെ ഓത്ത് കേൾക്കാത്ത മൗമൂമിന്. അപ്പൊ എങ്ങനെ? ളുഹ്ർ അസർ പോലെയുള്ള നിസ്കാരങ്ങളിൽ ഇമാമിന്റെ ഓത്ത് കേൾക്കൂല, അവിടെ മൗമൂമിന് സുന്നത്തുണ്ട്. ഇനി മഗ്രിബ് ഇശാ സുബ്ഹി പോലത്തെ ഉറക്കോതുന്ന നിസ്കാരം തന്നെയാണ്, പക്ഷേ വളരെ ദീർഘമായ വലിയ പള്ളിയായതുകൊണ്ട് ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അതല്ലെങ്കിൽ
ശബ്ദകോലാഹലം കൊണ്ട് ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നില്ല, അതുമല്ലെങ്കിൽ ഇവന് ചെവിട്ടിന് കേൾവിക്കുറവുള്ളത് കൊണ്ട് കേൾക്കുന്നില്ല. ഇങ്ങനെ കേൾവിക്കുറവ് കൊണ്ടോ ശബ്ദകോലാഹലം കൊണ്ടോ പള്ളി വിശാലമായത് കൊണ്ടോ ഇമാമ് ഉറക്ക ഓതിയിട്ടും കേൾക്കുന്നില്ല, അതല്ലെങ്കിൽ ഇമാമ് പതുക്കെ ഓതൽ സുന്നത്തുള്ള ദുഹർ അസർ പോലെയുള്ള നിസ്കാരങ്ങളാണെങ്കിൽ അവിടങ്ങളിൽ മൗമൂമിന് സൂറത്ത് സുന്നത്തുണ്ട്. ആണോ? എവിടെ ഫിൽ ജഹിരിയത്തി, ജഹിരിയായി നിസ്കരിക്കുന്ന ദുഹർ അസർ പോലത്തതല്ലാത്ത മഗ്രിബ് ഇശാ സുബ്ഹി തറാവീഹ് റമളാനിലെ വിത്ര് ജുമാ നിസ്കാരം പെരുന്നാൾ നിസ്കാരം തുടങ്ങിയ ഉറക്കോതൽ സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഫതുഖറൗലഹു മൗമൂമിന് ഈ ആയത്തോതൽ ഖറാത്താക്കപ്പെടും. അല്ലാത്തോടത്താണ് സുന്നത്ത്. എന്നല്ല വഖീല തഹ്റുമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമിന്റെ ഖിറാത്ത് കേൾക്കുന്നോടത്ത് ഫാത്തിഹ അല്ലാത്തത് ഓതാൻ പാടില്ല എന്ന് വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫാത്തിഹ അല്ലാത്ത ഭാഗം ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന മൗമൂമ് ഓതൽ ഹറാമാണ് എന്നും ഒരു കൗലുണ്ട്. പക്ഷെ അത് മുഅ്തമദല്ല, കറാഹത്താണ് എന്നതാണ് മുഅ്തമദ്. എങ്കിലും ഹറാമാണെന്നൊരു കൗല് വരെ ഉണ്ട്. അതുകൊണ്ട് ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന ജഹ്രിയായ നിസ്കാരങ്ങളിൽ ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ മൗമൂമിന് സൂറത്തോതൽ കറാഹത്താണ്, ഹറാമാണെന്ന് വരെ ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായവും ഉണ്ട്. അപ്പൊ ഓതൽ കേൾക്കണ മൗമൂമിനാണ് സുന്നത്തില്ലാതെ പറഞ്ഞത്. അമ്മാ മൗമൂമിൻ യസ്മഅഹ, കേൾക്കാത്തതാ, ഒന്നും ജഹ്രിയായ നിസ്കാരമല്ല, അതുകൊണ്ട് ശരിയായ നിസ്കാരമാണ്. അല്ലെങ്കിൽ ജഹ്രിയായ നിസ്കാരം തന്നെയാണ്, സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല എന്നറിയുന്ന സംസ്ഥാനക്കാരെ പള്ളിയാണ്, നോട്ടിക്കോളി, വലിയ പള്ളിയാണ്, അങ്ങനെ വന്നു. അതല്ലെങ്കിൽ ഔസമിയ സൗത്തൻ, ഒരൊച്ചങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷേ ലാ യുമയ്യിസു ഹുറൂഫഹു, ഹറഫുകളൊന്നും വേർതിരിഞ്ഞ് കേൾക്കുന്നില്ല. ഒരു മോളക്കങ്ങനെ കേൾക്കുന്നുണ്ട് ഇമാമിന്റെ ഓത്ത്, എന്താണ് ആ ഓതുന്നത് എന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ തീരെ ഓത്ത് കേൾക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ കേൾക്കുന്നത് ഹർഫ് വ്യക്തമാകാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ ഫയഖ്റഉ മൗമൂമു ഓതണം സിർറൻ. അവൻ ജഹ്രിയ നിസ്കാരാണെങ്കിലും ഓതേണ്ടത് പതുക്കെ തന്നെ. ഇപ്പൊ ഇശാക്കാണ് അല്ലെങ്കിൽ മഗ്രിബിലാണെങ്കിൽ സുബഹിക്കാണ്, എന്നാൽ ഇമാമിന്റെ ഓത്ത് തീരെ കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നും വ്യക്തമല്ല, ആ സാഹചര്യത്തിൽ അവൻ എന്ത് വേണം? പതുക്കെ ഓതണം. ജഹ്രിയ നിസ്കാരാണെന്ന് വെച്ചിട്ട് മൗമൂമിന് ഒരു സാഹചര്യത്തിലും ഉറക്കോതാൻ പാടില്ല. പക്ഷേ അവിടെ തന്നെ ഓൻ എപ്പോഴാണ് സൂറത്തോതാൻ സമയം കിട്ടുക? കിട്ടുന്ന അപൂർവ സന്ദർഭങ്ങളിലൊക്കെ പറ്റുള്ളൂ. അതാ പറയുന്നത് യുസന്നുലഹു, ഈ മൗമൂമിന് സുന്നത്താക്കപ്പെടും കമാഫി ഊലയെ സിരിയത്തി, എല്ലായിടത്തും ജഹ്രിയായി ഉറക്കോതുന്ന നിസ്കാരങ്ങളിലും പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിലും ഒക്കെ ആദ്യത്തെ 2 റക്അത്തുകളിൽ തഖീറു ഫാത്തിഹത്തിഹി, മൗമൂമിന്റെ ഫാത്തിഹ പിന്തിക്കൽ, അൻ ഫാത്തിഹത്തി ഇമാമിഹി, ഇമാമിന്റെ ഫാത്തിഹയും വിട്ട് പിന്തിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഇവൻ തക്ബീർ കെട്ടിയാൽ ഉടനെ ഫാത്തിഹ ഓതാതെ ഇമാമിന്റെ ഫാത്തിഹ കയ്യാൻ വേണ്ടിയിട്ട് പിന്തിക്കുക. ഓത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഏതായാലും ഈ മൗമൂമിന് മിക്കവാറും ധാരണ കിട്ടുന്നുണ്ടെങ്കിൽ, എന്ത് ധാരണ കിട്ടുന്നുണ്ടെങ്കിൽ ഇദ്റാഖഹ, ഫാത്തിഹ ഓതലിനെ എത്തിക്കുമെന്ന് ഖബല റുകൂഇഹി, ഇമാം റുകൂക്ക് പോണതിന്റെ മുമ്പ്. ശരിയോ? എന്ന് പറഞ്ഞാൽ തക്ബീർ കെട്ടിയ ഉടനെ 1ാമത്തെ റക്അത്തിലും 2ാമത്തെ റക്അത്തിലും വേഗം ഫാത്തിഹ ഓതുന്നതിന് പകരം ഇമാമിന്റെ ഫാത്തിഹ കേൾക്കാൻ വേണ്ടിയിട്ട് സുക്കൂത്തായി ഇമാമിന്റെ ഫാത്തിഹ കഴിയുന്നത് വരെ കാത്തു നിൽക്കുക. കേൾക്കുന്നിടത്തും ഇമാമിന്റെ കേൾക്കും, കേൾക്കാത്തോടത്തോ കേൾക്കാത്ത ളുഹ്ർ അസർ പോലത്തേലും പിന്തി നിൽക്കൽ സുന്നത്തുണ്ട്. പക്ഷെ അത് എപ്പോഴേ ഉള്ളൂ? ഇമാമ് ഫാത്തിഹ ഓതി ചെറിയൊരു സൂറത്ത് വേഗം ഓതി റുക്കുവിൽ പോകുന്ന ആളല്ല. മറിച്ച് ഫാത്തിഹ കഴിഞ്ഞാൽ ഒരു മിതമായ സ്പീഡിൽ ഒരു ഇടത്തരം സൂറത്ത് ഓതും.
ആ സമയത്ത് തനിക്ക് ഫാത്തിഹ ഓതി തീർക്കാൻ സമയം കിട്ടും എന്ന് കണ്ടാൽ ഇമാമിന്റെ ഫാത്തിഹ കഴിയുന്നത് വരെ ഫാത്തിഹ ഓതാതെ പിന്തിക്കുക, എന്നിട്ട് ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് സൂറത്ത് ഓതാൻ സമയം കിട്ടിയാ ഓതുക, അപ്പളേ സുന്നത്തുള്ളൂ. അപ്പൊ ഉടനെ തക്ബീർ കെട്ടിയാൽ തന്നെ ബനോട് ഫാത്തിഹ ഓതിയാലോ എന്തായാലും സൂറത്ത് കിട്ടും. അതിന്റെ ആവശ്യമില്ല. ആ സൂറത്ത് കിട്ടണമെങ്കിൽ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതാൻ സമയം കിട്ടും എന്ന് ധാരണയുള്ളപ്പോൾ ഫാത്തിഹക്ക് പിന്തിച്ച് ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതി എന്നിട്ട് സൂറത്ത് ഓതാൻ സമയം ഉണ്ടെങ്കിലേ അവൻ സൂറത്ത് ഓതേണ്ടതുള്ളൂ. പക്ഷെ വഹീനൈദിൻ ഇങ്ങനെ ഇമാമിന്റെ ഫാത്തിഹ കഴിയാൻ വേണ്ടി മഅ്മൂമ് തന്റെ ഫാത്തിഹയെ പിന്തിക്കുന്ന സാഹചര്യത്തിൽ, എപ്പോഴാ ഇമാം ഫാത്തിഹ കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതിയാ ഫാത്തിഹ ഓതാൻ സമയം കിട്ടും എന്ന് കാണുമ്പോഴാ പിന്തിക്കേണ്ടതുള്ളൂ. ആ സമയത്ത് ഇവൻ എന്താ കാട്ടുക? ഉറക്കോതുന്നിടത്താണെങ്കിൽ ഇമാമിന്റെ ഓത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പതുക്കോതുന്നോർത്ത് എന്ത് ശ്രദ്ധിച്ചു കൊടുക്കാന്? ആ സമയത്ത് അവൻ വല്ല ദുആവുമായി ഷോലാകണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് മലയാളത്തിൽ തുറക്കാനും പറ്റൂലട്ടാ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും വെറുതെ നിൽക്കല്ലേ, എന്നാല് പഠിച്ചോനെ നിത്താക്കാത്ത് കുടുങ്ങാതെ രക്ഷപ്പെടുത്തണേ റബ്ബേ, ശമ്പളം ഏറ്റി തന്നെ പഠിച്ചോനെ എന്നൊക്കെയാണ് ദ്വാരുന്നാലോ. അങ്ങനെയൊന്നും പറ്റൂല. ദ്വാ നിസ്കാരം തക്ബീർ കെട്ടിയ ദിക്ർ ദ്വാ ഉൾപ്പെടെ എല്ലാം പിന്നെ അറബിയിലേ പറ്റൂ. എന്തുകൊണ്ട് ഷോലാകാൻ പാടില്ല എന്ന്? ലൽ ഖിറാഅത്തി, അവിടെ ഖുർആൻ ഓത്തുകൊണ്ട് ഷോലാകാൻ പാടില്ല. കാരണം എന്താ? ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് സൂറത്ത് ഓതൽ കറാഹത്ത് വരും. അതെ, അതുകൊണ്ടാണ് അവിടെ ഓതാൻ പാടില്ല എന്നറിഞ്ഞത്. ഫാത്തിഹ ആണെങ്കിലും ഇമാമിന്റെ ഫാത്തിഹ കഴിയാൻ വേണ്ടി പിന്തിക്കൽ സുന്നത്ത്, ആ സുന്നത്തിന് വേണ്ടി പിന്തിച്ചിക്കുകയാണല്ലോ. അപ്പൊ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് സൂറത്ത് ഓതാൻ പറ്റൂല, കറാത്ത് വരും. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക? ദിക്ർ ദുആ തുടങ്ങിയ കാര്യങ്ങളുമായി ഷോലാകുക. ഇനി വഖാലൽ മുതവല്ലിയു, ഇമാം മുതവല്ലി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല വഖറഹു ഇബ്നു റിഫഅത്തി, മഹാനായ ഇബ്നു റിഫഅത്ത് തങ്ങൾ ആ പറഞ്ഞ ഖൗല് മുതവല്ലി ഇമാമിന്റെ ആ ഖൗലിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണത്? യുക്റഹു ശുറഉ ഫീഹാ, ഫാത്തിഹ ഓതുന്നതിൽ മഅ്മൂമ് പ്രവേശിക്കൽ കറാത്താക്കപ്പെടും. ഖബ്ലഹു, ഇമാമിന്റെ മുമ്പ് എന്ന് പറയുന്നു. ആദ്യം പറഞ്ഞോടത്ത് അത് വരൂല. ആദ്യം പറഞ്ഞോടത്ത് എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഇമാമിന്റെ ഫാത്തിഹയ്ക്ക് ശേഷം ഫാത്തിഹ ഓതാൻ സമയം കിട്ടും എന്നുള്ളോടത്ത് ഫാത്തിഹ ഓതലിന് പിന്തിക്കൽ സുന്നത്തുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. സുന്നത്തുണ്ട് കാരണം എല്ലാ സുന്നത്തുള്ളോടത്തും ആ സുന്നത്ത് ഒഴിവാക്കൽ കറാത്തൊന്നും വരൂല. അപ്പൊ അവിടെ പിന്തിക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇനി ബഹുമാനപ്പെട്ട മുതവല്ലി ഇമാം തങ്ങൾ പറഞ്ഞ് ഇബ്നു റിഫഅത്ത് തങ്ങള് അംഗീകരിച്ചത് എന്താണ്? സുന്നത്ത് പിന്തിക്കൽ സുന്നത്തുണ്ട് എന്ന് മാത്രല്ല, പിന്തിക്കാതെ ഇമാമിന്റെ മുമ്പ് ഫാത്തിഹ ഓതി തീർക്കൽ മാത്രല്ല, ഫാത്തിഹ ഓതാൻ തുടങ്ങൽ തന്നെ കറാത്താണ്. അപ്പൊ ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങാന്നർത്ഥം, അതാ കറാത്ത്. വലൗഫി സിരിയത്തി, സിരിയായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ദുഹ്ർ അസ്ർ പോലെയുള്ള പതുക്കെ ഓതുന്ന നിസ്കാരത്തിലാണെങ്കിലും ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങൽ കറാഹത്താണ്. എന്താ കറാത്താന്ന് പറഞ്ഞത്? ലിൽ ഖിലാഫി ഫിൽ ഇഅ്തിദാദി ബിഹാ, ഈ ഫാത്തിഹ എണ്ണപ്പെടുമോ ഇല്ലയോ എന്ന് ഇമാമിയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹീനയിദിൻ, ഇമാമിന്റെ മുമ്പ് തുടങ്ങണോർത്ത്. അപ്പൊ ഇവിടെ രണ്ട് രീതിയുണ്ട്. ഇമാമിന്റെ മുമ്പ് തുടങ്ങി ഇമാമിന്റെ മുമ്പ് തന്നെ പൂർത്തിയായി, അതാണ് ഇപ്പൊ ഈ കറാത്ത് പറയുന്നത്. രണ്ടാമത്തെ രീതി, ഇമാമ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങി ഇമാമിന്റെ കൂടെ ഉള്ള സമയത്ത്, ഇമാമ് ഓതുന്ന സമയത്ത് ദിക്ർ ദുആകളുമായി ഷോലായി ഇമാമ് കഴിഞ്ഞതിന് ശേഷം തുടരാം. അത് സുന്നത്തായ കോലം. ഇനി മൂന്നാമത്തെ ഒരു കോലുണ്ട്, ഇമാമ് തുടങ്ങി അതിന്റെ ശേഷം തുടങ്ങുന്നു, പക്ഷെ ഇമാമ് കഴിയുന്നതിന് മുമ്പ് തുടങ്ങി. അതുകൊണ്ട് കറാത്ത് ഒഴിവാകും. പക്ഷേ സുന്നത്ത് കിട്ടണമെങ്കിൽ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടാവണം. മനസ്സിലായില്ലേ? അപ്പൊ ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങൽ കറാഹത്ത്, ഇമാമ് കഴിഞ്ഞിട്ട് തുടങ്ങൽ സുന്നത്ത്. ഇമാമ് തുടങ്ങിയതിന്റെ ശേഷം തുടങ്ങി പക്ഷെ ഇമാമിന്റെ കഴിയാൻ കാത്തുന്നില്ല, എന്നാ കറാത്ത് ഉണ്ടാവില്ല. വലിജറിയാനി ഖൗലിൻ,
ഒന്ന് എണ്ണപ്പെടുവോ ഇല്ലേ എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാമിന്റെ മുമ്പ് തുടങ്ങിയ ഈ ഫാത്തിഹനെ എണ്ണപ്പെടുവോ ഇല്ലേ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. പിന്നെ വലിജറയാനി കൗലിൻ ബിൽ ബുത്ലാനി ബാത്തിലായി പോവും എന്നൊരു കൗലുണ്ട്. ഇം ഫറഹ മിന്ന ഫാത്തിഹയിൽ നിന്നിട്ട് മഅ്മൂം വിരമിച്ചാൽ ഖബ്ലഹു ഇമാമിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇമാമ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി എന്ന് പറഞ്ഞ അങ്ങനെ പതുക്കെ അജ്ജഹ്തു ഓതി കഴിഞ്ഞപ്പം വേഗം കേറിയിട്ട് അല്ലാഹുമ്മ ബാഇദ് ബൈനി ബൈന ഖതായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി അല്ലാഹുമ്മ നഖ്നി മിനൽ ദുനൂബി വൽ ഖതായ കമാ നഖയ്ത സുബുൽ നബിയ്യ മിനൽ ദർസ് അല്ലാഹുമ്മ നഖ്നി മിനൽ ഖതായ അല്ലാഹുമ്മ വസ്ൽനി മിനൽ ഖതായ കമാ യുസ്ലു സൗബുൽ ബിൽമാ യുസ്ലു വൽ ബർദ് ഇത് വേഗം ചൊല്ലി അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക തബാറക സ്മുക തആല അജ്ദുക ലാ ഇലാഹ ഇല്ലക വദീതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലീന ആമീനത്തി. അപ്പോക്ക് ഇയാൾ ഇങ്ങനെ തുടങ്ങണുള്ളൂ. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇമാമ് പറഞ്ഞു അവിടുത്തെ പ്രവർത്തനം മഅ്മൂമ വലല്ലാഹീന ആമീൻ പറഞ്ഞു നിൽക്കാരൻ തന്നെ മാത്രമാവും പറഞ്ഞവരുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് മുത്തവല്ലി ഇമാമ് അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട മഹാനാണ്. മനസ്സിലായില്ലേ? ഇമാം മുത്തവല്ലി അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട മുജ്തഹിദാണ്. മുത്തലഖ് മുജ്തഹിദായിട്ട് വേറെ മദ്ഹബിൽ ഇമാമല്ലെങ്കിലും മദ്ഹബിൽ ഇജ്തിഹാദ് ചെയ്യുന്ന അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട മഹാനാണ് ഇമാം മുത്തവല്ലി. അൽ മുത്തഖദ്ദിമീങ്ങളിൽ പെട്ട ആളാണ്. പോട്ടെ, അതൊക്കെ പക്ഷേ ഈ പിന്തിച്ചു നിൽക്കണം എന്ന് പറഞ്ഞത് എപ്പോഴാണ്, എവിടേക്കേ ബാധകമുള്ളൂ? ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതി തീർക്കാൻ സമയം കിട്ടും എന്ന് തന്നെയുള്ളടത്തേ ഉള്ളൂ. അല്ലാത്തോടത്ത് എന്ത് ചെയ്താൽ മതി? ഇമാമ് തുടങ്ങി അല്പം മുന്നോട്ട് പോയതിനു ശേഷം ഇവൻ തുടങ്ങുക, ഇമാമിൻ്റെത് കഴിഞ്ഞതിന് ശേഷം കഴിയുക എന്ന അവസ്ഥ സ്വീകരിച്ചാലും ഈ പറയുന്ന കറാഹത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ ബാത്തിലാകാൻ സാധ്യതയുണ്ട്, എണ്ണപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഈ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഏത് മതി? ഇമാമിന്റെ അല്പം ബേക്കിൽ പോവുക. കാമിലായ പൂർണ്ണമായ രൂപമാണ് ഇമാമ് കഴിഞ്ഞതിന് ശേഷം മഅ്മൂമ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ സുന്നത്തിന്റെ പൂർണ്ണമായ രൂപ. അതിന് പറ്റാത്ത സാഹചര്യത്തിൽ ഇമാമിന്റെ ബേക്ക് പോവുക, മുന്നിൽ കിടക്കാതിരിക്കുക, ഒപ്പാകാതിരിക്കുക എന്നാ മതി. കാരണം എന്താണെന്നറിയോ? ഇന്നമാ ജുഇലൽ ഇമാമു അൻ യുതമ്മ ബിഹി എന്ന ഹദീസിലുണ്ട്. ഇമാമിനെ വെക്കപ്പെട്ടത് അയാളെ പിന്തുടരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതാ ഫൈദാ കബ്ബറ ഫകബ്ബിറു വൈദാ റകഅ വർകഉ എന്നിങ്ങനെ. അതായത് ഇമാമിനെ പിന്തുടരുകയാണ് മഅ്മൂമീങ്ങൾ വേണ്ടത്. ഇമാമ് തക്ബീർ ചൊല്ലി കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ തക്ബീർ ചൊല്ലുകയും ഇമാം റുക്കൂയിൽ പോയതിനു ശേഷം പോവുകയും ചെയ്യുക. അപ്പൊ ഇമാമിന്റെ പിന്നിലായിരിക്കണം എന്ന് ഈ ഹദീസ് ധ്വനിപ്പിക്കുന്നുണ്ട്. ഒന്നിച്ചാകുന്നതിനും മുമ്പാകുന്നതിനും ഈ പറയുന്ന ഹദീസിനെതിര് വരും. അപ്പോ മുഅത്തമദനുസരിച്ച് ബാത്തിലൊന്നും ആവൂല, എങ്കിൽ പോലും എണ്ണപ്പെടൂല എന്നും കറാഹത്താകും എന്നൊക്കെ ചില ഇമാമിങ്ങൾ പറഞ്ഞ കൗല് കൂടി പരിഗണിച്ചിട്ട് പൂർണ്ണ സുന്നത്ത് എടുക്കാൻ പറ്റൂലെങ്കിൽ, അതായത് ഇമാമിന്റെ ഓത്ത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയാൽ കിട്ടുന്ന നല്ലൊരു ധാരണ കിട്ടുന്നില്ലെങ്കിൽ ഇമാമിന്റെ മുമ്പാകാതെയും ഒന്നിച്ചാകാതെയും അല്പം ബേക്കിലാവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത്. ആട്ടെ, ഫറോൻ യുസന്നുലി മഅ്മൂമിൻ, മഅ്മൂമിന് സുന്നത്താക്കപ്പെടും. എങ്ങനത്തെ മഅ്മൂമാണ്? ഫറഹ, അവൻ വിരമിച്ചു, മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്നിട്ടും വിരമിച്ചു, ഫിസ്സാരിസത്തി, മൂന്നാമത്തെ റക്അത്തിലോ, അവിർ റാബിഅത്തി, അല്ലെങ്കിൽ നാലാമത്തെ റക്അത്തിലോ. സാധാരണഗതിയിൽ സൂറത്ത് സുന്നത്തില്ലാത്ത റക്അത്താണല്ലോ പോയി 3ഉം 4ഉം. അങ്ങനെ ഇമാമിന്റെ മുമ്പ് ഇയാളെ ഫാത്തിഹ ബയാൻ കഴിഞ്ഞു പോയി. എന്നാലോ ഔ മിനത്ത തശഹുദിൽ അവ്വലി, അല്ലെങ്കിൽ ആദ്യത്തെ തഹിയാത്തിൽ നിന്നിട്ട് മഅ്മൂമ് വിരമിച്ചു. ഇത് മൂന്നും എപ്പോഴാണ്? ഖബലൽ ഇമാമി. കണ്ടോ, ഇമാമ് വിരമിക്കുന്നതിന് മുമ്പ് മഅ്മൂം മൂന്നാമത്തെ റക്അത്തിലോ നാലാമത്തെ റക്അത്തിലോ ഫാത്തിഹയിൽ നിന്ന് വിരമിച്ചു, അല്ലെങ്കിൽ ആ തഹത്തിൽ ഇമാം മുമ്പ് വിരമിക്കും. എന്ത് ചെയ്യണോ? അവിടെ ഇങ്ങനെ വെറുതെ നെട്ടായിട്ട് നിൽക്കല്ല വേണ്ടത്. അയ്യസ്തഗില, അവൻ ജോലിയാവണം ഈ മഅ്മൂമ്, ബിദുആഇൻ, വല്ല ദുആ കൊണ്ടും ഷോലാകണം, ഫീഹിമായി രണ്ടോടത്തിലും. അതായത് ഇമാമ് ഫാത്തിഹ ഓതി കഴിയുന്നതിന് മുമ്പ് മൂന്നാമത്തെയോ നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞ മഅ്മൂമും
ഇമാം ആദ്യത്തെ തഹ്യാത്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആദ്യത്തെ തഹ്യാത്ത് പൂർത്തിയായ മൗമൂമും ഈ അത്തഹിയാത്തിന്റെ സ്ഥലത്തും ഫാത്തിഹന്റെ ശേഷവും ഷോലാകണം. എന്തുകൊണ്ട് ബിദുആഇൻ? രണ്ടോടത്തും ദ്വാർക്ക ഒന്നിരിക്കണമെന്നല്ലാതാ. ഔ ഖിറാഅത്തിൻ ഫില്ലൂല, മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ ഇമാമിന്റെ മുമ്പ് ഫാത്തിഹ കഴിഞ്ഞ മൗമൂമ് ദുആ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഖിറാഅത്ത് കൊണ്ടും ഷോലാകാം. അവിടെ സൂറത്ത് ഓതാം. എന്നാ ദ്വാർക്കും ചെയ്യാം, രണ്ടും ചെയ്യാമെങ്കിലും വഹിയ ഈ സൂറത്ത് ഖിറാഅത്ത് ചെയ്യലാണ് ഔല, സൂറത്ത് ഓതാനാണ്. കാരണം ഖിയാമ് പൊതുവെ ദുആന്റെ സ്ഥലമല്ല, മറിച്ച് ഖിയാമ് എന്ന് പറയുന്നത് ഖിറാഅത്തിന്റെ സ്ഥലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇമാമ് പൂർത്തിയാക്കിയിട്ടില്ല, ഇവൻ പൂർത്തിയായി പോയി. എന്നാ വെറുതെ കണ്ട ഖുർആൻ ഓതലാണ് നല്ലത്. ഇനി ഒരാൾ ദ്വാരക്കുകയാണെങ്കിൽ തെറ്റില്ല, പക്ഷേ ഖുർആൻ ഓതലാണ് നല്ലത്. അതേസമയത്ത് അത്തയ്യത്തിന്റെ അവിടെ ഖുർആൻ ഓതാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം എന്താ? നൃത്തത്തിലല്ലാത്ത സ്ഥലത്ത് ഖുർആൻ ഓതൽ ഖിറാഅത്താണ്. അവിടെ പിന്നെ എന്ത് ചെയ്യുക? ദുആ കൊണ്ട് ഷോലാകുക. എന്നാ പിന്നെ അവിടെ ഒരു ഇഷ്കാല്, ദുആ കൊണ്ട് ഷോലാകുക എന്ന് പറഞ്ഞാൽ എന്നാ സ്വലാത്ത് ഇബ്രാഹിമി മുഴുവനായിട്ട് ചെല്ലാൻ പറ്റുമോ? ഇവന്റെ ആദ്യത്തെ അത്തഹിയാത്തിന്റെ സ്ഥലം അല്ലെങ്കിൽ സലാത്ത് ഇബ്രാഹിമി ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള അത്തഹിയാത്തിന്റെ ദുആകളും സ്വലാത്തുമായിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം റംലി തങ്ങള്. ഇവന്റെ ആദ്യത്തെ അത്തഹിയാത്താണെങ്കിൽ മറ്റു ദുആകളായിട്ട് ഷോലാണ്. എങ്ങനെ? 4 റക്അത്തുള്ള നിസ്കാരത്തിൽ ഇപ്പൊ 3 റക്അത്ത് തുടർന്ന് കൂട്ടിക്കോളിങ്ങള്. അന്ന് അബ്ബന്റെ 2ാമത്തെ റക്അത്താകുമ്പോ ഇമാമിന് 4ാമത്തെ റക്അത്തേക്കാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ വരുമ്പോ ഇവന്റെ ആദ്യത്തെ തഹയ്യാത്തിന്റെ സ്ഥലമാണെങ്കിൽ അവിടെ ഇബ്രാഹിമി സ്വലാത്ത് പൂർത്തിയാക്കാൻ പാടില്ല എന്നാണ് റംലി ഇമാമ് പറഞ്ഞത്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി പറയുന്ന അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി? ഇമാമിനോട് മുത്താബഅത്തിന് എന്നുള്ള നിലക്ക് ഒടൂൽ അത്തയ്യാത്തിന്റെ അവിടെ പ്രത്യേകം മനസ്സിലാക്കുക. ഒടൂൽ അത്തയ്യാത്തിന്റെ അവിടെ ഇവന്റെ 2ാമത്തെ റക്അത്തും ഇമാമിന്റെ 4ാമത്തെ റക്അത്തും ആകുമ്പോൾ ഇവനെ സംബന്ധിച്ച് ആദ്യത്തെ അത്തയ്യാത്താണെങ്കിലും മഅ്മൂമ് ഇമാമിനോട് മുത്താബഅത്തിന് വേണ്ടിയാണല്ലോ ബാക്കിയുള്ള സമയത്ത് ഇരിക്കുന്നത്. അപ്പൊ ഇമാമിന്റെ ഒടൂൽ അത്തയ്യാത്തായതുകൊണ്ട് മുത്താബഅത്തിന് വേണ്ടിയിട്ട് അത്തയ്യാത്ത് മുഴുവനായിട്ട് ഓതാം, അവിടെ ഇബ്രാഹിമി സ്വലാത്തും ചെല്ലാം. അല്ലാത്തോടത്താണെങ്കിലോ മറ്റു ദുആവുമായിട്ട് ഷോലാലാണ് നല്ലത്. കാരണം എന്താ? ഇവന്റെ ആദ്യത്തെ അത്തഹിയാത്ത് ഇമാമിന്റെ ഒടൂൽ അത്തഹിയാത്തിന്റെ സ്ഥലം അല്ലാതെ വന്നാൽ ഇവൻ ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്നിട്ട് ഇമാമിന്റെ മുമ്പ് വിരമിച്ചാൽ ഇബ്രാഹിമി സ്വലാത്തുമായിട്ട് ഷോലാവുമ്പം എന്ത് വരും? അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഒടൂൽ അത്തഹിയാത്തിൽ സുന്നത്താക്കപ്പെട്ട ആരിന്റെ മേലുള്ള സ്വലാത്ത് ആദ്യത്തെ അത്തഹിയാത്തിന്റെ സ്ഥലത്തേക്ക് നഖൽ ചെയ്യുക എന്ന് പറയുന്ന കറാഹത്ത് വരും. ഇമാമിനോട് തുറന്ന അവസരത്തിലാണെങ്കിൽ സഹവിന്റെ സുജൂദ് വേണ്ട, ഇല്ലെങ്കിൽ സഹവിന്റെ സുജൂദ് വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോ അതല്ലാത്ത മറ്റു ദുആകളുമായിട്ട് ഷോലാകാണ് വേണ്ടത്. ഇനി മുസാഫിർ അല്ലാത്ത, ഇവിടെ ഹാദിർ പറഞ്ഞതിന് അത്രേ അർത്ഥമുള്ളൂ. മുസാഫിർ അല്ല, വയ്യാത്രക്കാരനല്ലാത്ത ആൾക്ക്, അത് മുഖീമായാലും വേണ്ടിയില്ല മുവാത്തിനായാലും വേണ്ടിയില്ല, ഹാദിർ അവന് മുസാഫിർ അല്ലാത്ത ആർക്ക് സുന്നത്താക്കപ്പെടും. ഫി സ്വലാത്തി ജുമുഅത്തിൻ, ജുമാസ്കാരത്തിലും വഇശാഇഹ, ജുമാന്റെ വെള്ളിയാഴ്ച രാവ് ഇഷാക്കും. ആലുരാജിന്റെ ഭാഷയെ പറഞ്ഞ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എന്നാ പറയും. ഞങ്ങള് മലപ്പുറത്തുകാര് വെള്ളിയാഴ്ച രാവ് എന്ന് അറിയാതെ തന്നെ ചെയ്യും. വെള്ളിയാഴ്ച രാത്രി എന്ന് അറിയില്ല കേട്ടോ, വെള്ളിയാഴ്ച രാവ് അങ്ങനെ പറയാം. എന്ത് സുന്നത്താക്കപ്പെടും? സൂറത്തുൽ ജുമാഅത്തി, ജുമാ സൂറത്തും വൽ മുനാഫിഖൂന, മുനാഫിഖൂന സൂറത്തും മുതൽ സുന്നത്താക്കപ്പെടും. അതല്ലെങ്കിൽ സബ്ബിഹിസ്മ, ഹൽ അത്താക എന്നീ സൂറത്ത് രണ്ടില്, ഇശായിലും ജുമാസ്കാരത്തിലും. വഫീ സുബ്ഹിഹ, വെള്ളിയാഴ്ച സുബ്ഹിക്ക് സുന്നത്താക്കപ്പെടും. ഐ അൽ ജുമാഅത്തി, വെള്ളിയാഴ്ച ദിവസത്തെ സുബ്ഹിക്ക്. ഇതത്തെ സവൽ വക്തു, സമയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കണ്ണും തിരുമ്പി വന്ന് എഴുന്നേറ്റപ്പോ തന്നെ ബാങ്ക് കൊടുത്ത് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് പിന്നെ ഒതുവൊക്കെ എടുത്ത് വന്ന് ആവുമ്പോത്തിന് പിന്നെ ഈ പറയുന്ന വലിയ സൂറത്ത് ഓതാൻ സമയം കിട്ടൂല. അങ്ങനെ സമയം ഉണ്ടെങ്കിൽ എന്തോതുക? അലിഫ് ലാം മീം തൻസീൽ അസ്സജദ, അലിഫ് ലാം മീം തൻസീൽ എന്ന സജദ സൂറത്ത് ഓതുക. വഹൽ അത്താലൽ ഇൻസാനി എന്ന സൂറത്തുൽ ഇൻസാൻ ഓതുക. ഏതില്? സുബൈക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഔ സുന്നത്ത. ഇനി ഫീ മഗ്രിബിഹ, വെള്ളിയാഴ്ച മഗ്രിബിന്, വെള്ളിയാഴ്ച മഗ്രിബിന് പറഞ്ഞാല് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ്, അതാണ് വെള്ളിയാഴ്ച മഗ്രിബ് പറഞ്ഞത്. അൽ കാഫിറൂന ഖുൽ യാ അയ്യുൽ കാഫിറൂനയും വൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. മനസ്സിലായില്ലേ? അത് അങ്ങനെ പറയാൻ ഞാൻ ചിലപ്പോ പിന്നെ കൺഫ്യൂഷൻ ആവാൻ ആലുരാജ്യെ.
വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാഗെന്ന് അറിയണം. അല്ലാതെ വെള്ളിയാഴ്ച രാത്രി നല്ല അഞ്ഞ് കുല്ലാതെ റബ്ബിൽ ഫൽക്കും കുല്ലാതെ റബ്ബിൻ നാസും ആഘോഷത്ത് വെള്ളിയാഴ്ച വൈകിട്ട് ശനിയാഴ്ച രാഗാവുമ്പോ ഇപ്പോ വ്യാഴാഴ്ച വൈകിട്ടുള്ള വെള്ളിയാഴ്ച രാഗ് കുല്ലുള്ളതും കുല്യായ്യുൽ കാഫിറൂൻ ഓതുക. ഇനി അതിന്റെ പുറമെ വശന്നുഖറാത്തുമാ സൂറത്തുൽ കാഫിറൂനെയും സൂറത്തുൽ ഇഖ്ലാസും മോദൽ സുന്നത്താക്കപ്പെടും ഫീ സുബ്ഹിൽ ജുമുഅത്തി വെള്ളിയാഴ്ച സുബഹിക്ക് മാത്രല്ല വൈരിയ അല്ലാത്ത സുബഹിക്കും ഒക്കെ ലിൽ മുസാഫിരി. അതാണ് ഹാലിർ എന്ന് നേരത്തെ പറഞ്ഞു കേട്ടോ. ഹാലിറിന് ആണ് ഈ പ്രത്യേക സൂറത്തുകളൊക്കെ സുന്നത്ത്. അതേസമയത്ത് മുസാഫിർ ആണെങ്കിലോ വെള്ളിയാഴ്ച സുബഹി ഉൾപ്പെടെയുള്ള എന്നത്തെ സുബഹിക്കും ഖുൽ റബ്ബിൽ ഫൽക്കും ഖുൽ റബ്ബിൻ നാസും ആണ് എന്ന് പറഞ്ഞവരുണ്ട്. അല്ല ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? ഇങ്ങനെയാ. വഫീ റക്അത്തൈൽ ഫജ്രി സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തിലും ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദ് സുന്നത്തുണ്ട്. വൽ മഗ്രിബി മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിലും ആ 2 സൂറത്ത് തന്നെ. വത്തവാഫി തവാഫിന്റെ ശേഷമുള്ള സുന്നത്തിലും അത് തന്നെ. വത്തഹിയ്യത്തി പള്ളി കയറിയുള്ള തഹിയ്യത്ത് നിസ്കാരത്തിലും അത് തന്നെ. വൽ ഇസ്തിഖാറത്തി ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇസ്തിഖാറത്തിന് വേണ്ടി ദ്വാരക്കുന്നോർത്തും അത് തന്നെ. വൽ ഇഹ്റാമി ഹജ്ജിനും ഉംറക്കും ഇഹ്റാം ചെയ്യാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിലും അത് തന്നെ. ഒക്കെ ഖുൽ യാ അയ്യുൽ കാഫിറൂന. ഇനിയും വേറെയുണ്ട്. തന്നെയല്ല പ്രത്യേകം സൂറത്ത് നിർദ്ദേശിക്കപ്പെടാത്തോടത്തൊക്കെ ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതൽ സുന്നത്താണ് എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ലിൽ ഇത്തിബായി ഫിൽ കുല്ലി ഈ പറഞ്ഞതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചതായി ഹദീസിൽ സ്ഥിരപ്പെട്ടത് കൊണ്ടാണ്. മഗ്രിബിന് ഇപ്പൊ ആകെ ഖുൽ യാ അയ്യുൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഏത് മുസാഫിർ അല്ലാത്തവന് മുസാഫിറിന് ഏത് നിസ്കാരത്തിലും അത് സുന്നത്താണ്. തന്നെയല്ല ഖുൽ റബ്ബിൽ ഫൽക്കും ഖുൽ റബ്ബിൻ നാസും അതും സുന്നത്തുണ്ട്. ഫറോൾ തീരു ആലൂരെ ഇതിങ്ങനെ നീണ്ടു കിടക്കുക. 5ാമത്തെ റുക്കിനക്കാട് എത്തണമെങ്കിലേ ഇനിയുണ്ടൊരു പാടൊരു മർഹല കിടക്കണം. അതൊക്കെ അവിടെ കയ്യോന്ന് എനിക്കറിയില്ല. കയ്യോന്ന് തോന്നില്ല. പിന്നെ ഞാൻ അടിച്ചു വിട്ട് പോകാം. അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായില്ലേ? അവിടെ നോട്ടല്ലേ. ഏതാണ്ട് നമ്മളെ ടൈമായും ചെയ്ത് തന്നെയല്ല. ഇനി പിന്നെ കുറച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ അവിടെ ഓതിയാൽ എത്തുമെങ്കിൽ തിരക്കടില്ല. അതിന് മാത്രമല്ല ഒരു ഫറഹ് പിന്നെ ശേഷം ഒരു തമ്പീഹ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തണമെങ്കിൽ 5ാമത്തെ റുക്കിനെത്തണമെങ്കിൽ കുറച്ചുകൂടി അവിടെ പോരാണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് നാളത്തെ ഓത്തിൽ പൂർത്തിയാക്കാം. അതാണ് നല്ലത്. അങ്ങനെ പതുക്കെ തിരക്കൂട്ടി പറയണ്ട എന്നുള്ള ആൾക്ക്. ഇതിന്റെ ഇടയ്ക്ക് ഒരാള് എറണാകുളത്തുകാരൻ ഒരാൾ വന്നീനി. അപ്പോ ഒരാള് പരിചയപ്പെടുത്തി ഇങ്ങനെ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് പതുക്കെ പറയുന്ന ആളല്ലേ ഇത് സ്പീഡില്ല. അങ്ങനെ പതുക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. എന്നാലേ ഇത് കേൾക്കണവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മള് ശ്വാസം പിടിച്ച് തിരക്കിട്ട് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവൂല. പറയണ നമുക്ക് ക്ഷീണവും വരും. അതിൽ വലിയ കാര്യമില്ലല്ലോ. അതിപ്പോ ഇങ്ങനെ പതുക്കെ പറയുമ്പോൾ ഈ പറയുന്ന എനിക്കൊട്ട് ക്ഷീണവും ഇല്ല. കേൾക്കണവർക്ക് മനസ്സിലാവും ചെയ്യും. പിന്നെ വലിയ ബുദ്ധിയുള്ളവർക്ക് ഇത് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. എനിക്കറിയാം. അവർക്ക് വേഗം അങ്ങനെ പറഞ്ഞിങ്ങനെ പോകണ എനിക്കറിഷ്ടം. അതിനിപ്പോ ഓൽക്ക് വേണ്ടി അല്ലല്ലോ ഇപ്പൊ നമ്മളെ ദർസ് ഇപ്പൊ സാധുക്കൾക്ക് ഈ ഇടത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് പോയാൽ മതി. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പൂർത്തിയാക്കാം. പിന്നെ ബുധനാഴ്ചത്തെ ദർസിലും തന്നെ അന്ന് റൂം കറുപ്പായതുകൊണ്ട് 2 ക്ലാസ് റൂമിലായിട്ട് ആളുകൾ ഇരുന്നപ്പം ചോദ്യത്തിനൊക്കെ അസൗകര്യം വരികയും തന്നെയല്ല അന്ന് ബൈലക്സിന് കുറച്ച് പ്രയാസം ഉണ്ടാവുകയൊക്കെ ചെയ്തത് കൊണ്ട് ചോദ്യോത്തരം കാര്യമായി നടന്നിട്ടില്ല. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ അതും ചോദിക്കാം. ഇന്ന് ഓതിയ ഭാഗത്തു നിന്നുള്ളതും ചോദിക്കാം. അതിന് മുൻഗണന അന്ന് വെച്ചിട്ട് മറ്റെന്തെങ്കിലും അത്യാവശ്യമുള്ള അവനവൻ പഠിക്കേണ്ട ജീവിതത്തിൽ അത്യാവശ്യമുള്ള മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായില്ല? ഈ സ്കൊച്ചൊക്കെ നല്ല തിരിയുന്ന മനുഷ്യനാണ്. എന്നെ പറ്റിയല്ല പറഞ്ഞത്. ചെറിയ സാധാരണ സാധുക്കൾ ഉണ്ടാവുകയെ വല്ലാതെ അങ്ങോട്ട് വേഗം പറഞ്ഞങ്ങോട്ട് മനസ്സിലാകാത്ത ഇസ്കൊക്കെ മാഷാ അല്ലാഹ് അള്ളാഹു തആല നല്ല ബർക്കത്ത് ചെയ്യട്ടെ. നല്ലോ മനസ്സിലാകണേ ആളിപ്പെട്ട തന്നെ സായ. ഏതായാലും അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇൽമിനെ നാഫിയാക്കി തരട്ടെ. കുറെ പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കാനുള്ള തൗഫീഖും കിട്ടണം. അത് കുറെയെങ്കിലും ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം കിട്ടണം. അള്ളാഹു തആല നമുക്കൊക്കെ
നല്ലതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഒരു ചെറിയ സംശയം. ചില പള്ളികളിലൊക്കെ നിന്ന് മൂത്രയിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ നിന്ന് മൂത്രയിക്കേണ്ട ആളുകൾ വരും. അപ്പോൾ അവർക്ക് ഇരിക്കാൻ പ്രയാസമായത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? നിന്ന് മൂത്രയിക്കുന്നതിന്റെ അങ്ങനെ ഒരുക്കുന്നതിന്റെ വിധിയും എന്താണെന്നാണ് എന്റെ സംശയം. ഉസ്താദ് ഒന്ന് മറുപടി പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒന്നിലധികം പ്രാവശ്യം നമ്മൾ മറുപടി പറഞ്ഞ വിഷയമാണ്. എന്നാലും ആ സുഹൃത്ത് അത് കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. കാരണം എന്നും ഇപ്പൊ എല്ലാവർക്കും ദർശനം വന്നു കൂടാൻ കഴിയില്ലല്ലോ. നിന്ന് മൂത്രമൊഴിക്കുന്നതിന്റെ വിധി പ്രത്യേകം ഉദ്ർ ഇല്ലാത്തവർക്ക് കറാഹത്താണ്. ഉദ്ർ ഉള്ളവർക്ക് മുബാഹാണ്, ഹലാലാണ്. അപ്പൊ ഉദ്റുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് അത്തരക്കാർക്ക് നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ അത് ഹലാലാണ്, മുബാഹാണ്. മനസ്സിലായോ? അത് നോക്കണ്ട, എവിടെ ആദ്യം ഉണ്ടായത് എന്നൊന്നും നമ്മൾ നോക്കണ്ട. അപ്പൊ നമ്മൾ ചോദിച്ചതും പറഞ്ഞതും രണ്ടും ഒന്നാ. മനസ്സിലായില്ലേ? നമ്മൾ ചോദിച്ചത് അതിന്റെ ശറഈയായ ഹുക്ം എന്താണ് എന്നാ. പറഞ്ഞതും അതന്നെ, അതിന്റെ ശറഈയായ ഹുക്ം. ആര് ചെയ്തു ആര് ചെയ്തില്ല എന്നതല്ല വിഷയം. ഇരിക്കാൻ പറ്റാത്ത അസൗകര്യങ്ങളുള്ള, വസ്ത്രത്തിന്റെ അസൗകര്യങ്ങളുള്ളവർ, അതുപോലെ തന്നെ സ്ഥലത്തിന്റെ അസൗകര്യമുള്ളവർ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ ദേഹത്തിലേക്ക് തെറിക്കും. അതല്ലെങ്കിൽ വസ്ത്രത്തിന്റെ പ്രത്യേകത കാരണം ഇരുന്ന് മൂത്രമൊഴിച്ചാൽ മൂത്രം പൂർണ്ണമായി പോവില്ല. അതല്ലെങ്കിൽ കാലിനോ നട്ടെല്ലിനോ ഊരക്കോ പോലെ ഇരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അസൗകര്യങ്ങൾ ഉള്ളവർക്ക് നിന്ന് മൂത്രമൊഴിക്കൽ ഹലാലാണ്. ഇങ്ങനെയുള്ള അസൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് മൂത്രമൊഴിക്കൽ കറാഹത്താവുന്നു. മനസ്സിലായോ? അപ്പൊ വല്ല പള്ളികളിലും അതിനു വേണ്ടി സൗകര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അസൗകര്യമുള്ള നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റിക്കേണ്ടത് ആർക്കാണ്? ഇരുന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യപ്പെടാത്ത ഉദ്റുള്ള ആളുകൾക്ക് വേണ്ടി എന്ന നിലക്ക് നിന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കൽ ഹലാലാണ്, കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. വളരെ സന്തോഷമായി. ഇന്നത്തെ വളരെ ചിന്തിക്കേണ്ട ഒരു ദർസാണ് ഉസ്താദെ. ഉസ്താദിന് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഉസ്താദെ, وفي صبيحية أي الجمعة إذا اتصل الوقت ألف لام ميم تنزيل السجدة وهل أتى الإنسان. വെള്ളിയാഴ്ചന്റെ സുബഹിക്ക് സമയം പിന്നെ വിശാലത ഉണ്ടെങ്കിൽ സൂറത്ത് സജിദയും അല്ലത്താൽ ഇൻസാനിയും ഓതണം എന്ന് പറഞ്ഞു. ഇനി സമയം വിശാലത ഇല്ലെങ്കിൽ രണ്ടാമതായി ഓതേണ്ടത് സാധാരണ ചിലർ ഓതുന്നത് സബ്ബിഹ്സ്മയും അല്ലത്താക്കയുമാണ്. അതാണോ സുന്നത്ത്? അതല്ലെങ്കിൽ നേരെ മേലെ പറയപ്പെട്ട സജിദ സൂറത്തിന്റെയും അല്ലത്താൽ ഇൻസാനിന്റെയും സൂറത്തിൽ നിന്ന് അല്പം കുറച്ച് ആയത്തുകൾ ഓതുകയാണോ ഏറ്റവും അഫ്ളൽ എന്ന് വിശദീകരിച്ചു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അത് ഇമാമിയങ്ങൾ തമ്മിൽ അഭിപ്രായമുള്ള വ്യത്യാസമുള്ള ഒരു സ്ഥലമാണത്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത്
മുഴുവനായി ഓതാൻ സൗകര്യം ഉണ്ടാകുമ്പോൾ അതന്നെ സുന്നത്ത്. അല്ലാത്തപ്പോൾ ആ സൂറത്തിൽ നിന്ന് അല്പം ഓതുന്നതിനേക്കാൾ പൂർണ്ണമായ സൂറത്തുകൾ ഓതലാണ് ഉത്തമം എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇമാം റംലി റഹ്മഹുള്ള പറയുന്നത് അങ്ങനെയല്ല. മുഴുവൻ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെയാണ് സുന്നത്ത്. ഇല്ലെങ്കിൽ ആ രണ്ട് സൂറത്തുകളിൽ നിന്നിട്ട് ഒന്നാം റക്അത്തിൽ അലിഫ് ലാം മീം സജദയുടെ ഏതാനും ആയത്തുകളും രണ്ടാം റക്അത്തിൽ അല്ലത്താലൽ ഇൻസാനിയിൽ നിന്നുള്ള ഏതാനും ആയത്തുകളും ഓതുന്നതാണ് മറ്റുള്ള സൂറത്തുകൾ ഓതുന്നതിനേക്കാൾ ഉത്തമം എന്നാണ് റംലി ഇമാമ് തങ്ങൾ പറയുന്നത്. എന്നാൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞാൽ മുഴുവൻ ഓതാൻ പറ്റുമെങ്കിൽ അതന്നെ സുന്നത്ത്. ഇല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് കുറച്ച് ഓതുന്നതിനേക്കാളും നല്ലത് പൂർണ്ണമായ രണ്ട് സൂറത്തുകൾ ഓതലിന്. അങ്ങനെ ഓതുമ്പോ ഏതും ഓതാ. പക്ഷേ ഇമാം ഖല്ലൂബി ഒക്കെ പറഞ്ഞിട്ടുണ്ട് സബ്ബിഹിസ്മയും അത്താക്കിയും ഓതലാണ് സുന്നത്ത്. അങ്ങനെ തന്നെയല്ല ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു വലിയ ഫഖീഹുമാണ്, സൂഫിയുമാണ്, വലിയ ആബിദുമായിരുന്നു. മഹാനവർകള് ആദ്യകാലങ്ങളിലൊക്കെ പതിവായി സബ്ബിഹിസ്മയും ആദ്യകാലങ്ങളിലൊക്കെ സൂറത്ത് സജദയും സൂറത്തുൽ ഇൻസാനും തന്നെയായിരുന്നു സുബഹിയിൽ ഓതിയിരുന്നത്. പിന്നീട് വാർദ്ധക്യത്തിലെത്തി വയ്യാതായ സമയത്ത് അതിന് പകരം സബ്ബിഹിസ്മയും ഹൽഅത്താക്കയുമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു സുബഹിയിൽ ഓതിയിരുന്നത് എന്ന് കാണാം. അദ്ദേഹം ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഒരു ഹുജ്ജത്തായി പറയാൻ പറ്റുന്ന യോഗ്യനാണ്, വെറും സൂഫിയല്ല. അപ്പൊ ആ നിലക്കും ഇമാം ഖല്ലൂബി റഹ്മഹുള്ള മഹല്യന്റെ ആശയിലും പറഞ്ഞത് അലിഫ് ലാം മീം സജദയും ഹല്ലത്താലൽ ഇൻസാനിയും ഓതുക, അല്ലെങ്കിൽ സബ്ബിഹിസ്മയും ഹൽഅത്താക്കയും ഓതൽ സുന്നത്തുണ്ട്. അപ്പൊ അങ്ങനെ ഓതുക. ഏതായാലും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞത് ഈ നിശ്ചിത സൂറത്തിന്റെ അല്പം ഓതുന്നതിനേക്കാൾ പൂർണ്ണമായ രണ്ട് സൂറത്ത് ചെറുത് ഓതൽ തന്നെയാണ് അല്പം ഓതുന്നതിനേക്കാൾ ഉത്തമം എന്നാണ്. എന്തായാലും മൈക്ക് എടുക്കാത്ത കൈ പൊക്കിയോല് വെറുതെക്കല്ലേ. ചോദ്യം ചോദിക്കാനുള്ളവരാണെങ്കിൽ വേം മൈക്ക് എടുത്ത് ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അരീക്കോട് മജ്മയിലെ മുദരിസാവുന്ന ബഹുമാനപ്പെട്ട അബ്ദുള്ള ബാഖവി വഫാത്തായി എന്ന വിവരം നേരത്തെ നമ്മളെ അസ്മൗലിയാര് വടശ്ശേരി അസ്മൗലിയാര് പറഞ്ഞിരുന്നു. അവരുടെ പേരിൽ ഒരു യാസീനോദി ദ്വാരക്കാരുണ്ട്. അതുകൊണ്ട് ഇന്ന് സാധാരണത്തേലും മുമ്പ് 10 മിനിറ്റ് മുമ്പ് നമ്മുടെ ചോദ്യോത്തര പരിപാടി അവസാനിപ്പിച്ച് ഒരു യാസീൻ ഓതി ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ മേലെ ദുആ ചെയ്യണം നമുക്ക്. അതുകൊണ്ട് വേഗം സംശയം ചോദിക്കാനുള്ളവര് വേഗം മൈക്കെടുത്ത് ചോദിച്ചോളി. നമുക്ക് അതുകൊണ്ട് വേഗം സംശയം ചോദിക്കാനുള്ളവര് വേഗം മൈക്കെടുത്ത് ചോദിച്ചോളി. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാവും വിശ്വസിക്കാണ്. എന്റെ മുന്നിൽ ഉള്ള ആളെടുക്കാത്തോണ്ടാണ് ഞാൻ എടുത്തത്. ഏതായാലും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്റെ ചോദ്യം, ഇപ്പോ ലണ്ടനിൽ നമ്മളിങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഉംറക്ക് വരുന്ന ഒരാള്, അവരുടെ മീക്കാത്ത് ഉണ്ടല്ലോ ഉസ്താദ്, അത് ഒന്ന് പറയാ. കൂട്ടത്തില് ആ മീക്കാത്തിൽ നിന്ന് പിന്നെ നിയ്യത്ത് വെക്കാതെ ഇഹ്റാം കെട്ടാതെ പിന്നെ ഹലോ കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. കെട്ടാതെ എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ ഡ്രസ്സൊക്കെ മാറി ഇഹ്റാം കെട്ടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്, ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും. യു കെക്കാർക്കായിട്ട് ഇസ്ലാമിൽ പുതിയ ഇളവൊന്നുമില്ല അസിയെ. ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ള അതേ അനുവാദം തന്നെ യു കെക്കാർക്കും ഉള്ളൂ. മീഖാത്തിന്റെ മുമ്പോ മീഖാത്തിൽ വെച്ചോ ഇഹ്റാം ചെയ്യണം. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാള് മുന്നോട്ട് പോകൽ തന്നെ ഹറാമാണ്. അങ്ങനെ ഇഹ്റാം ചെയ്യാതെ എയർപോർട്ട് വരെ വരികയും എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യുകയും ചെയ്താൽ ഹറാമാണ്. അതിന് തൗബ ചെയ്യണം. മീഖാത്ത് നഷ്ടപ്പെട്ടതിന് ഫിദിയയും കൊടുക്കണം. അത് രണ്ടും ചെയ്താലും ചെയ്ത ഉംറ മബ്റൂർ ആവുകയും ഇല്ല. 3 കേസ്. മനസ്സിലായില്ലേ?
ഒന്നുകിൽ മീഖാത്തുനിന്ന് ഇഹ്റാം ചെയ്യണം, അല്ലെങ്കിൽ മീഖാത്തിന്റെ മുമ്പ് ഇഹ്റാം ചെയ്യണം. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ ഹറാമാണ്. അതേ സമയത്ത് മദീന എയർപോർട്ടിലാണ് ഇറങ്ങിയത്, എന്നാ കുഴപ്പമില്ല. മദീന എയർപോർട്ടിലാണെങ്കിൽ മദീന സിയാറൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പോന്നാൽ മതി, മീഖാത്ത് ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ അവന്റെ ഉദ്ദേശം എന്താണ്? നേരെ മക്കം പോകാനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് മദീന ഷരീഫിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് മക്കയിലേക്ക് പുറപ്പെടണമെന്നും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. കാരണം മീഖാത്തിലേക്ക് പോവുകയാണോ അവന്റെ ലക്ഷ്യം. അങ്ങനെ മീഖാത്ത് ഇഹ്റാം ചെയ്ത് പോകുന്നത് അതൊന്നും ഇല്ല. മീഖാത്ത് ഇഹ്റാം ചെയ്യാതെ നേരെ മുന്നോട്ട് വന്ന് അങ്ങനെ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ അപ്പം മാത്രമല്ല ഹറാമി, മീഖാത്ത് വിട്ട് കടന്ന് മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് മീഖാത്തിന്റെ അതിർത്തി വിട്ട് കടക്കുന്നതോടെ മുതൽ തന്നെ അവൻ ചെയ്യുന്നതൊക്കെ ഹറാമായി. ഇനി എയർപോർട്ടിൽ വന്ന് ഇഹ്റാം ചെയ്യുന്നത് അതൊരു ഹറാമ്. അപ്പോ ഹറാമ് ചെയ്തതിന് തൗബ ചെയ്യണം. അതിന്റെ പുറമെ മീഖാത്ത് നഷ്ടപ്പെട്ടതിന് ഫിദിയ കൊടുക്കണം. ഫിദിയ കൊടുത്ത് ഹറാമിനെ തൗബയും ചെയ്തത് കൊണ്ട് സംഗതി ഖുഷിയായി എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് അറിഞ്ഞുകൊണ്ട് ഒരു ഹറാമ് സംഭവിച്ചാൽ മബ്റൂറാവൂല. മബ്റൂർ എന്ന് പറഞ്ഞാല് ഹറാമായ വാക്കോ പ്രവൃത്തിയോ നടപടിയോ വരാതെ നല്ല നിരക്ക് പൂർത്തിയാവുമ്പോഴേ മബ്റൂറാവുള്ളൂ. ഇതിപ്പോ ഹറാമ് സംഭവിച്ചു പോയല്ലോ, അതുകൊണ്ട് മബ്റൂറാവൂല. അതിപ്പം നിങ്ങൾക്ക് UK-ക്കാർക്കായിട്ട് പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല, എല്ലാവർക്കും നിയമം ഒന്ന് തന്നെ. അടുത്ത ചോദ്യം ഞങ്ങൾക്കായിട്ട് കൂടുതൽ പുതിയ മസാല വേണ്ട ഉസ്താദേ, ഞാനൊരു മസാല ചോദിച്ചതാണ്. അപ്പോ കാരണം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്, കാരണം നമ്മൾ ഇവിടുന്ന് ഒറ്റയ്ക്ക് ഉംറയ്ക്ക് വരുന്ന സമയത്ത് ഈ പാസ്പോർട്ട് പിടിച്ചേക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനിങ്ങനെ നമ്മളെ കോയാക്ക പറഞ്ഞൊരു ഐഡിയ ആണ്, എന്ത് ഇഹ്റാം ചെയ്ത് വരണ്ട, എയർപോർട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഇഹ്റാം ചെയ്താൽ മതി, എന്നാ പിന്നെ പാസ്പോർട്ട് പിടിച്ചേക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു മസാല ചോദിച്ചു എന്നേ ഉള്ളൂ ഉസ്താദെ. ഓക്കെ. പിന്നെ വേറൊരു ചോദ്യം ഉസ്താദെ, ഈ ഇപ്പോ ഹജ്ജും ഉംറയും ഉദ്ദേശിക്കുന്ന ആളുകള് അവരുടെ കടബാധ്യതകള് അത് ഏത് രൂപത്തിലേക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് അതിനു മുമ്പ് കുറെ മുമ്പ് പറഞ്ഞതാണ്, പക്ഷെ ഒന്നുകൂടിയും ഒരു ചോദ്യം എന്നുള്ള എനിക്ക് ചോദിക്കാണ്. കാരണം ഒരാള് ചെറുങ്ങനെ മറ്റുള്ള ബാധ്യതകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരാള് ബാങ്കായിട്ട് ബന്ധമുണ്ടെന്ന് കരുതുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത് തീർക്കാതെ ഉംറക്കോ ഹജ്ജിനോ പോകാൻ പറ്റുമോ? അതല്ല, ആ ബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ അപ്പുറത്തുണ്ട്. അങ്ങനെയുള്ള ഒരാളുകള് അവർക്ക് അത് മറ്റുള്ളവരെ പറഞ്ഞ് ഏൽപ്പിക്കുകയോ, അല്ലെങ്കിൽ കടക്കാരുണ്ടെങ്കിൽ ആ കടക്കാരോട് സമ്മതം വാങ്ങിയിട്ട് ഇനി ഞാൻ അഥവാ തിരിച്ചു വരാത്തൊരവസ്ഥയാണെങ്കിൽ ഇന്ന ആളുകൾ നിനക്ക് തരാനുള്ള പൈസ തരും എന്നുള്ളതൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച ഒരാൾക്ക് ഹജ്ജിനോ ഉംറക്കോ പോകാൻ പറ്റുമോ? ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് അതും കൂടി ഒന്ന് പറഞ്ഞു തന്നെ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കടബാധ്യത എന്നത് ഹജ്ജ് ഉംറ എന്നിവയുടെ യാത്രക്ക് തടസ്സമാകുന്ന സാഹചര്യം ഒറ്റൊന്നേ ഉള്ളൂ. അത് നല്ലോ മനസ്സിലാക്കിക്ക. ഒന്ന്, കടം അവധി എത്തിയിട്ടുണ്ട്, കൊടുക്കേണ്ട അവധി എത്തിയ കടമാണ്. എന്നിട്ട് അവധി എത്തി കൊടുക്കാനുള്ള സാമ്പത്തികമായ ശേഷിയും ഇവനുണ്ട്. എന്നിട്ട് ഒന്നിരിക്കൽ കടം വീട്ടണം, അതല്ലെങ്കിൽ വീട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കണം. ഇത് രണ്ടും ചെയ്യാതെ യാത്ര ചെയ്യൽ മാത്രമേ ഹറാമുള്ളൂ. അതായത് അവധി എത്തിയെന്ന് കൊടുക്കാൻ ഇവന് സാമ്പത്തികമായിട്ട് കഴിവുണ്ട് എങ്കിൽ കൊടുക്കണം, കൊടുത്തിട്ടില്ല എന്നാ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കണം, അതും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പോയി വന്നതിന് ശേഷം തരാം എന്ന് ഇയാളോട് വാക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഈ മൂന്നാലൊന്നുണ്ടായാൽ ആ സാഹചര്യത്തിൽ തന്നെ പോകാം. അവധി എത്തിയിട്ടില്ലെങ്കിൽ കടം കൊടുക്കാനുണ്ട് എന്നതുകൊണ്ട് ഹജ്ജോ ഉംറയോ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ അവധി എത്തിയിട്ടില്ല, അതോടുകൂടി കൊടുക്കാനുള്ള വഴിയുണ്ട് എങ്കിലും അവിടെ അയാൾ സമ്മതം വാങ്ങുകയോ മറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അവധി എത്തിയും ചെയ്തതിന് കൊടുത്തിട്ടൊട്ട് ഇല്ലാണോ, കൊടുക്കാൻ ഇയാൾക്ക് കഴിയും ചെയ്യും എങ്കിൽ
ഒരു പക്ഷെ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കണം, അതല്ലെങ്കിൽ ഞാൻ പോയി വന്നിട്ട് തരാം, ഞാനിങ്ങനെ പോട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ട് ഓൻ സമ്മതം തരണം. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് കടണ്ട് എന്നെതിരെ അജ്ജിനോണേനെന്താ ഉമ്മക്കോണേനെന്താ ഒരു കുഴപ്പമില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. ഉസ്താദ്, ഒരാള് മരിക്കുന്നതിന്റെ മുമ്പ് സുന്നത്തായ ഒരു കർമ്മം, അതായത് ചെയ്താൽ പുണ്യം കിട്ടുന്ന ഒരു കർമ്മം ചെയ്യണ്ട എന്ന് വസിയത്തായി പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെന്താ കല്ലേരി അങ്ങനെ ഒരു മുബഹമായ ചോദ്യം? കീശേരിക്ക് തിരിഞ്ഞപ്പോൾ കല്ലേരി ഒരു മുബഹമായ ചോദ്യം ചോദിച്ചത് അവ്യക്തമായ ചോദ്യം എന്നർത്ഥം. മനസ്സിലായില്ലേ? കീശേരിക്ക് തിരിഞ്ഞു കാണാം, അസിക്ക് തിരിഞ്ഞോ? കല്ലേരിന്റെ ചോദ്യം എനിക്ക് തിരിയായി അല്ല, പക്ഷെ ആ മുബഹമ് വിടണം, ചോദ്യത്തിന് മറുപടി അറിയില്ല. എന്ത് സുന്നത്ത് ചെയ്യേണ്ടതാണ് അതാ മനസ്സിലാകത്ത്. എനിക്ക് തോന്നുന്നതേ, ഞാൻ മരിച്ചാല് ഇന്റെ മയ്യത്തിന്റെ അടുത്ത് നിങ്ങൾ ഖുർആൻ ഓതരുത്, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടാല് ആ ചാത്തിന്റെ തലക്കം പുറത്ത് ഉത്തർന്ന് കണ്ട് നിങ്ങൾ തെൽക്കീൻ ചെല്ലരുത്, അല്ലെങ്കിൽ എന്റെ ഖബറിന്റെ അടുത്ത് നിങ്ങൾ കുയിക്കപ്പരട്ടിയിട്ട് അവിടുന്ന് ഖുർആൻ ഓതരുത്, അല്ലെങ്കിൽ ഞാൻ മരിച്ചോർത്ത് എനിക്ക് വേണ്ടിയിട്ട് 3-ന്റെ അന്ന്, 7-ന്റെ അന്ന്, 15-ന്റെ അന്ന്, 40-ന്റെ അന്ന് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും സദക്ക ചെയ്യുകയോ പുണ്യകർമ്മങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുകയോ ചെയ്യരുത് എന്നൊക്കെ ഒരാൾ വസിയത്ത് ചെയ്താൽ അത് പാലിക്കേണ്ടതുണ്ടോന്നാണോ കല്ലേരിയ ചോദ്യം? എനിക്ക് അങ്ങനെ ഒരു തോന്നല ആ ചോദ്യം കേട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഓം വഹാബിയാണ് ഈ വസിയത്ത് പറഞ്ഞതെങ്കിൽ പിന്നെ തലയില്ലാത്ത തെങ്ങിന് എന്തിനാ വെള്ളം പാരുന്നത്? അവമാണല്ലേ നമ്മൾ ചിന്തിക്കുക. തലയില്ലാത്ത തെങ്ങിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ വെള്ളം വെറുതെ പോകാന്നല്ലാതെ തെങ്ങിന് തൂമ്പ് വരുമോ? കല്ലേരിന്റെ ചോദ്യം കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ആ ചോദ്യത്തിന്റെ ശൈലി അങ്ങനെ. ഇനി വേറെ ഉണ്ടെങ്കിൽ കല്ലേരിക്ക് വിശദീകരിക്കും ചെയ്യട്ടോ, വേറെ എന്തെങ്കിലും ആണെങ്കിൽ. ഓൻ ആദ്യം തന്നെ ഇതുകൊണ്ടൊന്നും കാര്യം കിട്ടൂല എന്ന് വിശ്വസിക്കുന്ന അന്തം കമ്മിയാണ്. അപ്പൊ പിന്നെ ഓന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിട്ട്, പണ്ട് ഇമാമിയങ്ങൾ കിതാബ് പറഞ്ഞ കാണാം, ഈ മുഅ്തസിലിയ വർഗം ആഖിറത്തിന്ന് അള്ളാനെ കാണാൻ കഴിയൂല എന്ന് വിശ്വസിക്കുന്ന ടീമാ. ഓരൊരു കാലത്ത് കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും ശിക്ഷ കഴിഞ്ഞിട്ട് സ്വർഗത്ത് കടന്നാൽ എന്ത് നിഅമത്ത് സ്വർഗത്ത് നിന്ന് കിട്ടിയാലും ആഖിറത്തിൽ സ്വർഗത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നിഅമത്താവുന്ന അള്ളാന്റെ ലിഖാവ് ഓൽക്ക് കാണൂലാന്ന്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഓന്റെ ഈമാന്റെ ഭാഗമായിട്ട് അള്ളാഹുവിനെ കാണാൻ കഴിയൂലെന്ന് വിശ്വസിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ കടന്നാൽ പോലും അള്ളാഹുവിനെ കാണാൻ കഴിയില്ല എന്നതുപോലെ വഹാബി മരിച്ചോർത്ത് ഓതിയാലും കൊണ്ടുപോകുമ്പം തൈലീലില്ലാലും ഖബറിന്ന് തെൽക്കീൻ ചെല്ലിയാലും കുയിക്കപ്പര ഓതിയാലും 3, 7, 15, 40 കഴിച്ചാലും അതൊക്കെ വിദേഹത്താണ്, ഒന്നും ചെയ്യാൻ പാടില്ല, കൂലി കിട്ടൂല എന്ന് പറയുന്നവരായത് കൊണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി കൂട്ടുകുടുംബങ്ങൾ അഥവാ അങ്ങനെ ചെയ്താലും ഐറ്റങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടൂല. കാരണം ഓരോ കിട്ടൂല എന്ന് വിശ്വസിക്കുന്നോല. അത് തലയില്ലാത്തത് എങ്ങനെ വെള്ളം പാരുന്ന ഏർപ്പാടാണ്. അതേ സമയത്ത് ഇയാൾ അങ്ങനത്തെ ആളൊന്നുമല്ല, അയാൾ നല്ല സുന്നി വിശ്വാസി തന്നെയാണ്. എന്നാൽ ഞമ്മക്ക് ബുദ്ധിമുട്ടാണ്ട എന്ന നിലക്കാണ് അയാൾ അത് പറഞ്ഞതെങ്കിൽ അത് പാലിക്കൽ നിർബന്ധമില്ല. നമ്മൾ ചെയ്താൽ 2 കാര്യമാണ്. ചെയ്തതിന്റെ കൂലി എന്തായാലും ഞമ്മക്ക് കിട്ടും. ഞമ്മൾക്ക് കിട്ടുന്ന കൂലി അയാൾക്ക് മുടക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാൾക്ക് കിട്ടുമോ കിട്ടൂല എന്നുള്ളതാണ് പ്രശ്നം. അയാൾ സുന്നിയാണ്, അത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാൾക്കും കിട്ടും. പിന്നെ അയാളാ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരു പക്ഷെ നമ്മളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാന്നുള്ള അയാൾക്ക് പറഞ്ഞതായിരിക്കാം. അയാൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഹൈറായ സുന്നത്തായ കാര്യം നമ്മൾ ചെയ്യുന്നതിന് അയാളുടെ വസിയത്ത് നമുക്ക് തടസ്സമല്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, നേരത്തെ ഒരു ഇബാറത്ത് വായിച്ചതിൽ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല ഉസ്താദെ. ഞാനത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. وتسن في الركعتين الأوليين من رباعية أو ثلاثية ولا تسن في الأخيرتين إلا لمسبوق. മസ്ബൂക്കിന് ഒഴികെ എന്താണ് ഉസ്താദ് ഈ മസ്ബൂക്കിന് ഒഴികെ എന്നത്? ഉസ്താദ് വിശദീകരിച്ച് എനിക്ക് എന്തായാലും അത് മനസ്സിലായില്ല ഉസ്താദ്. ഉസ്താദ് ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ ഉപകാരമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊന്നും ഉണ്ട് ഉസ്താദ്. അസ്സലാമു അലൈക്കും. ഇല്ലാലി മസ്ബൂക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ പാടില്ല ആലൂരെ. അവിടെ കുറച്ചുകൂടി ഉണ്ട്, ബാക്കിയുള്ള വേസ്റ്റ് ചെയ്യുന്ന പറയാം. ഇല്ലാലി മസ്ബൂക്കിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ തീരെയല്ല ചെയ്യുന്നത്. ആ മസ്ബൂക്കിന് കുറെ സിഫത്തുകൾ പറഞ്ഞ് തയ്യും നിർണയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മസ്ബൂക്കിന് മൂന്നാമത്തെയും നാലാമത്തെയും റക്കാത്തിൽ സുന്നത്ത് ഉണ്ട് എന്നാ പറയുന്നത്. മനസ്സിലായേ? കണ്ടോ? അതെ അതെ. ഇല്ലാലി മസ്ബൂക്കിൻ ആർക്ക് സുന്നത്തില്ല? വസുസന്നു ഫിർ റകഅതൈനിൽ ഊലൈനി മിൻ റുബായിയത്തിൻ ഔ സുലാസിയത്തിൻ വലാ തുസന്നു, അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിയാൽ മതി. വലാ തുസന്നു ഫിൽ അഖീറത്തൈനി, ഒടുവിലത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തില്ല. ആർക്കൊഴിച്ച് സുന്നത്തില്ല? ഒരു മസ്ബൂക്കിന് ഒഴിച്ച്. അപ്പൊ മസ്ബൂക്കിന് സുന്നത്ത് വരും. മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്ത് വരും മസ്ബൂക്കിന്. ഞാൻ മസ്ബൂക്ക് ആരാണ്? ഏത് മസ്ബൂക്കിന്? എല്ലാ മസ്ബൂക്കിനും മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്ത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം പറഞ്ഞത് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ, ഇമാമ്, അതുപോലെ തന്നെ മുവാഫിഖായ മൗമൂമ് എന്നിവർക്ക് മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തില്ല. മനസ്സിലായോ ആലൂരെ? എന്നാൽ മസ്ബൂക്കിന് മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സുന്നത്താവുന്ന ചില രൂപങ്ങളുണ്ട്. ആ രൂപം ഇനി പറയുന്ന ഈ പറഞ്ഞ നിബന്ധന അനുസരിച്ച്, ആ നിബന്ധന അനുസരിച്ചുള്ള മസ്ബൂക്കിന് എന്തുണ്ട്? മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറത്തോതിൽ സുന്നത്തുള്ള സാഹചര്യം വരൂ. അപ്പം മുവാഫിഖായ മൗമൂമ്, ഇമാമ്, ഒറ്റക്ക് നിസ്കരിക്കുന്നവർ എന്നിവർക്ക് മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറത്തോതിൽ സുന്നത്തേ ഇല്ല. എന്നാൽ മസ്ബൂക്കിന് ചില സാഹചര്യത്തിൽ, ശേഷം പറയുന്ന നിബന്ധനയോടുകൂടിയ ചില സാഹചര്യത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറത്തോതിൽ സുന്നത്ത് വരൂന്ന് അതാ പറഞ്ഞു. ഓക്കെ, ഓക്കെ, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. വളരെ സന്തോഷമായി. ഞാനത് ഇല്ലാലി മസ്ബൂക്ക് എന്നതിന് വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാത്ത പോയത് ഉസ്താദെ. പിന്നെ ഒരാളുടെ കൂടെ ഒന്നിച്ചിട്ട് ഇവിടെ നിന്ന് ദുബൈയിൽ നിന്ന് ഉംറക്ക് പുറപ്പെട്ടു. അതിൽ കുറെ ആൾക്കാർ നേരിട്ട് മദീനത്തേക്ക് വന്നവരുണ്ട്, മക്കത്തേക്ക് വരുന്നവരുണ്ട്. ജിദ്ദ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ചില ആൾക്കാർ ഇവിടെ പോകുന്നത്, ഉംറക്ക് പോകുന്ന വിവരം അദ്ദേഹം അറിഞ്ഞത്. അദ്ദേഹമാണെങ്കിൽ ദുബൈ എയർപോർട്ടിൽ നിന്നോ അതിനു മുമ്പോ ഇറാൻ ചെയ്തിട്ടുമില്ല. എങ്കിൽ ഇദ്ദേഹത്തിന് ഇത് ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാൻ വേണ്ടി നേരെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മദീനത്തേക്ക് പോകാൻ പറ്റുമോ ഉസ്താദെ? അവിടെ നിന്ന് പോയിട്ട് രണ്ടാമത് വരാൻ, അത് ഈ ഹദ് കടന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യാത്ത കുറ്റക്കാരനാവുമോ? അതിൽ നിന്ന് സലാമത്താവാൻ ഇങ്ങനെയുള്ളൊരു വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഉസ്താദെ? വിശദീകരിച്ച നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരു ഫറായിദിനെ പറ്റിയുള്ള ഒരു സംശയം ചോദിക്കണം. കേൾക്കുന്നുണ്ടല്ലോ?
ചോദ്യം മൈക്ക് ഇടക്ക് പോയതാണ്. ഉത്തരം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് വേറെ ആള് മൈക്ക് എടുക്കരുത്, അദ്ദേഹം അറിയാതെ എടുത്തതായിരിക്കും, മൈക്ക് പോയതായിരുന്നു ഇടക്ക്. അപ്പോ മക്ക ഷരീഫിലേക്ക് ഉംറ ഉദ്ദേശിച്ചു കൊണ്ട് മീഖാത്തിന് ഇഹ്റാം ചെയ്യാതെ മുന്നോട്ട് പോകൽ ഹറാമാണ്. എന്നാൽ മീഖാത്തിന് ഇഹ്റാം ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ മക്ക അല്ല ലക്ഷ്യം, മദീനയാണ്, അല്ലെങ്കിൽ മറ്റൊരു മീഖാത്താണ് ലക്ഷ്യം എങ്കിൽ ഈ മീഖാത്തിന് ഇഹ്റാം ചെയ്യാതെ മുന്നോട്ട് പോകുന്നതിൽ അയാൾ കുറ്റക്കാരാവൂല. ഇനി അഥവാ അങ്ങനെ വന്നു, പക്ഷേ മക്ക ഷരീഫിലേക്ക് പുറപ്പെടാതെ മീഖാത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പോയാൽ അതോടുകൂടി ആ ഹറാമിൽ നിന്നിട്ട് അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ എന്താന്ന് വെച്ചാല് മീഖാത്തിൽ നിന്നും ഉംറ ഉദ്ദേശമുള്ള ഒരാള് മക്ക ഉദ്ദേശിച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യാതെ പോകലാണ് ഹറാം. അപ്പൊ മക്ക ഉദ്ദേശിക്കാതെ മീഖാത്ത് ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ മക്കാത്തിന്റെ പുറത്തുള്ള മദീന ഷരീഫ് ഉദ്ദേശിച്ചു, അങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള മീഖാത്തിന് ഇഹ്റാം ചെയ്യാത്തത് കൊണ്ട് അയാൾ കുറ്റക്കാരനാവില്ല. കാരണം എന്താ, അയാൾ മക്ക അല്ല ഇപ്പൊ ഉദ്ദേശിക്കുന്നത്, ഒരു മീഖാത്തിനെയോ അല്ലെങ്കിൽ ആ മീഖാത്തിന്റെ പുറത്തുള്ള സ്ഥലത്തെയോ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശത്തോടത്ത് പോയിട്ട് രണ്ടാമത് മക്ക ഉദ്ദേശിച്ച് പുറപ്പെടുന്ന സമയത്ത് മീഖാത്തിൽ വെച്ചോ അല്ലെങ്കിൽ മീഖാത്തിന് മുമ്പോ ഇഹ്റാം ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും വരൂല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരു ഫറായിദിനെ പറ്റിയുള്ള സംശയമാണ് ചോദിക്കുന്നത്. ഉപ്പ മരണപ്പെട്ടു ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിലുള്ള സ്വത്താണെങ്കിൽ അത് മക്കൾക്ക്, ഉമ്മ മരണപ്പെടാത്ത കാലത്തോളം മക്കൾക്ക് അനന്തരമായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഉമ്മാന്റെ സമ്മതം ഉണ്ടെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് അനന്തരമായി കൊടുക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഉപ്പാന്റെ മുതൽ മാത്രം എടുത്ത് അത് മക്കൾക്കും ഉമ്മാക്കും കൂടി അനന്തരമായി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. ഞാൻ മയക്കിടുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉപ്പ വഫാത്താകുമ്പോൾ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ ഉമ്മാന്റെ സ്വത്ത് അനന്തരമായിട്ട് എടുക്കാൻ പറ്റൂല. കാരണം ആള് മരിച്ചതിന്റെ ശേഷം മാത്രമേ അനന്തരാവകാശം വരികയുള്ളൂ. അത് ഉമ്മ സമ്മതിച്ചാലും സമ്മതിച്ചിട്ടില്ലെങ്കിലും അനന്തരാവകാശം എന്ന നിലക്ക് ഉമ്മയുടെ സ്വത്ത് ഉമ്മ മരിച്ചതിന് ശേഷമേ പറ്റൂ. അതേസമയത്ത് അവര് ഹിബത്തായിട്ടോ സദഖയായിട്ടോ കൊടുക്കണതിന് കുഴപ്പമില്ല, അത് വേറെ വിഷയം. എന്നാൽ ഉപ്പായുടെ സ്വത്ത്, വാപ്പാന്റെ സ്വത്ത് എത്രയുണ്ട് എന്ന് കണക്കാക്കി അത് മക്കൾക്കും ഭാര്യ എന്ന നിലക്ക് ഈ ഉമ്മാക്കും വീതം വെച്ച് കൊടുക്കാവുന്നതാണ്. അതിന് ഉമ്മയുടെ മരണം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സ്വത്ത് മൊത്തത്തിൽ രണ്ടാൾ കൂടി ഉള്ളതാണ് നോട്ടിക്കോളി. എന്നാലും അതിൽ ഉമ്മാന്റെ വിഹിതം എത്ര, ഉപ്പാന്റെ വിഹിതം എത്രയെന്ന് കണ്ട് ഉമ്മാന്റെ വിഹിതം മാറ്റിവെച്ച് ഉപ്പാന്റെ വിഹിതം വരുന്ന സ്വത്ത് ഉമ്മാന്റെ സമ്മതത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. വാപ്പ മരിച്ചാൽ മക്കൾക്കും ഭാര്യ എന്ന നിലയ്ക്ക് ഈ ഉമ്മക്കും ശറഅ് കണക്കാക്കിയ വിഹിതപ്രകാരം ഓഹരി ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ കൂട്ടത്തിൽ ഉമ്മാന്റെയും കൂടി ഓരി വെക്കാന്ന് ഉമ്മാണ് പറഞ്ഞാലോ, ഉമ്മ പൂർണ്ണ സമ്മതത്തോടു കൂടി ബുദ്ധിക്ക് തകരാറൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ ചെയ്യണതിന് തെറ്റില്ല എന്നല്ലാതെ അത് അനന്തരാവകാശാവൂല. അത് ഒരു പക്ഷേ ഹിബത്ത്, ഇഷ്ടദാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിബത്ത് എന്ന നിലക്കോ സദഖ എന്ന നിലക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ നിലക്ക് അതിന് അനന്തരാവകാശ സ്വത്തിന്റെ നിയമമൊന്നും വരൂല. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താലിബ് എന്ന് പറഞ്ഞാൽ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ ചില അറബികളൊക്കെ വന്നിട്ട് നേരെ നല്ല ഉഷാറായിട്ട് നടന്നു വന്നുകൊണ്ട് കസേരയിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്നു. അപ്പോ നിൽക്കേണ്ട സമയത്ത് അവർ നിൽക്കുന്നു, റുക്കുവും സുജൂദും ചെയ്യാൻ വേണ്ടി കസേരയിൽ ഇരുന്നിട്ട് സുജൂദും റുക്കുവും ചെയ്യുന്നു. അങ്ങനെ വല്ല മദ്ഹബിലും അനുവദനീയമാണോ? അങ്ങനെ കഴിയാത്തവർ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സഫ് കെട്ടുമ്പോൾ സഫിന്റെ കസേര മുന്നോട്ടാക്കിയിട്ടാണോ പിന്നോട്ടാക്കിയിട്ടാണോ ഇടുന്നത് എന്ന് അറിഞ്ഞാല് കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ അതിനെ പറ്റി ഞാൻ പറയാ?
ഞമ്മളിപ്പോ ഞമ്മളെ ഖബറിന്റെ കാര്യം നോക്കിയേ അറബികളെ നന്നാക്കാൻ നോക്കിയേ എന്താ ഇപ്പൊ ചെയ്യണത് എനിക്കറിയില്ല. അവനാന്റെ ഖബറിന്റെ കാര്യം ചിന്തിക്കുക. നമ്മളൊക്കെ മരിച്ചു പോകാനുള്ള മനുഷ്യന്മാരാണല്ലോ. അവിടെ നമ്മൾ അള്ളാന്റെ അടുക്കുന്ന കുറ്റക്കാരാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അറബികൾ അങ്ങനെ, മലയാളികൾ ഇങ്ങനെ, ഹിന്ദുസ്ഥാനികൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഓലെ നന്നാക്കണ പണി ഞമ്മക്കില്ല. മനസ്സിലായില്ലേ? ഉസ്താദ്, ഒരു ഇസ്തിഹാസ ചോദ്യമാണ്. സ്ത്രീകൾ ഹറമിൽ ജുമ കൂടുന്നതിന്റെ വിധി എന്താണ്? അയാൾക്ക് മൈക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. സ്ത്രീകൾ ഹറമിൽ ജുമ കൂടുന്ന വിധി എന്താണ്? ഇത് പല പ്രാവശ്യം ഉസ്താദ് പറഞ്ഞതാണ്, എങ്കിൽ കൂടി ഒരു ചോദ്യം, ഇസ്തിഹാസ ചോദ്യം വന്നാണ്. മൈക്കോട്ടു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സ്ത്രീകൾ ഹറമിലാണെങ്കിലും അല്ലാത്തോടത്താണെങ്കിലും മുസ്ലിം സ്ത്രീകൾക്ക് ജുമാ നിസ്കാരം ഫർളില്ല. അവർ ജുമാക്ക് പോകേണ്ടതില്ല എന്നത് മുസ്ലിം സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയ മഹത്തായ ഒരു ആനുകൂല്യമാവുന്നു. കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് അടച്ചുറങ്ങിപ്പോയി പള്ളിയിൽ ചെന്ന് കഷ്ടപ്പെട്ട് ഖുതുബ കഴിയുന്നത് വരെ കാത്തിരുന്ന് ജുമാ നിസ്കരിച്ച് വീട്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഉത്തരവാദിത്വം സ്ത്രീയെ സംബന്ധിച്ച് സാങ്കേതികമായി പല പ്രയാസങ്ങളും ഉള്ളതുകൊണ്ട് അല്ലാഹു തആല സ്ത്രീജനങ്ങളാവുന്ന മോമിനാത്തുകളോട് നിങ്ങൾക്ക് ജുമുഅ ഫർളില്ല, നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലത്ത് വെച്ച് ളുഹ്റ് എന്ന ഫർദ് നിസ്കാരം നിസ്കരിച്ചാൽ മതി എന്ന് അല്ലാഹു തആല പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് തബ്ലീഗ് ചെയ്ത് എത്തിച്ചും തന്നു. പക്ഷേ അസൂയാലുക്കളാവുന്ന വഹാബി പ്രവൃത്തികൾ എന്തു ചെയ്തു? ഓലിങ്ങനെ ചിന്തിച്ചു, ഞമ്മളിടാ രാവിലെ നേരം വെളുത്ത് മെനക്കെട്ട് കുളിച്ച് തിരുമ്പി വസ്ത്രം മാറ്റി പള്ളിക്ക പോയിട്ട് നിസ്കരിച്ച് ഖുതുബയും കേട്ട് കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് പെരേക്ക് വരിക, ഞമ്മക്ക് കിട്ടണ അതേ കൂലി ഈ ഹലാക്ക് പൊടിച്ച പെമ്പർന്നോള് പെരേ കുത്തരുന്ന് ഈസി ആയിട്ട് 4 റക്അത്ത് വുളു എടുത്ത് 4 റക്അത്ത് ളുഹ്ർ നിസ്കരിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും ഓക്കും കിട്ടണ കൂലി ഞമ്മക്കും കിട്ടണ കൂലി രണ്ടും ഒന്ന്. അത് നടക്കൂല. നിങ്ങൾ അങ്ങനെ സൂയിക്കണ്ട. പെണ്ണും പോരണം പള്ളിക്ക്, പോരണങ്ങൾ പള്ളിക്ക്, അല്ല ഞാൻ പറ്റൂല. അങ്ങനെ ഈ സാധു ജനങ്ങളെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കുത്തിരുന്ന് കൊട്ടക്കണക്കിന് കൂലി വാങ്ങി വെക്കുന്നത് കണ്ടപ്പം കുരുട്ടുബുദ്ധി അസൂയയും കൂട്ടുമുതലായ ഈ വഹാബി മൗലവി ഈ പാവപ്പെട്ട പെണ്ണിനെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുകട്ട് പുറത്ത് ചാടിച്ച് കുത്തിയിറക്കി പോര് വള്ളിയൊക്കെ അറിഞ്ഞു. ഇതാണ് പണ്ടായത്. അപ്പൊ എന്തായി? ഈ സാധുവിന് പെരേന്ന് കിട്ടുന്ന കൂലി പള്ളിക്ക് കൊണ്ടുപോയിട്ട് നഷ്ടപ്പെടുത്തുകയാണ്. വീട്ടിൽ നിന്ന് കിട്ടുന്ന കൂലി എന്തായാലും പള്ളിയിൽ പെണ്ണിന് കിട്ടൂല. ഏതുപോലെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കൂലി ഒരിക്കലും വീട്ടിൽ നിന്ന് പുരുഷന് കിട്ടൂല എന്നതുപോലെ. അപ്പൊ ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലാഹു തആല അവർക്ക് കൊടുത്ത ആനുകൂല്യമാണ് ജുമുഅ ജമാഅത്തുകളിൽ പള്ളികളിൽ പോയി സമയാസമയങ്ങളിൽ പങ്കെടുക്കേണ്ട ബാധ്യത സ്ത്രീക്കില്ല. അവരുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് കൊടുത്ത വലിയൊരു ആനുകൂല്യമാണ്. നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി, പുരുഷന് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തരും. പക്ഷേ അസൂയാലുക്കളായ ഈ വഹാബിമാര് മൗലവിമാര് എന്ത് ചെയ്തു? അങ്ങനെ നിങ്ങൾ സൂയിക്കണ്ട. പെണ്ണിന്റെ കടുത്ത ശത്രുവാണ് അവര് നിങ്ങൾ അങ്ങനെ സൂയിക്കണ്ട, പള്ളിക്ക് പോരണം പള്ളിക്ക്. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ കുട്ടികളെയും വീടും പരിസരവും ഒക്കെ എന്തൊരു കഷ്ടപ്പാട്. അതൊക്കെ അനാഥമാക്കി നിക്കാരക്കുപ്പായും ബാഗിലിട്ട് പള്ളിക്ക പോയി കുത്തുബ കേട്ട് നിക്കരിച്ച് വന്നാൽ
പെരേന്ന് 4 റക്അത്ത് ഒറ്റക്ക് നിസ്കരിച്ച ആ ദുഹറിന്റെ കൂലി കിട്ടൂല. അങ്ങനെ നിക്കിങ്ങള് എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും അല്ലാഹു തആല കൊടുക്കുന്ന വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദുകും അലാ ബഅദ് ലിർരിജാലി നസീബും മിമ്മാ കസബൂ വലിന്നിസാഇ നസീബും മിമ്മാ ഇക്തസബ്ന വസ്അലുല്ലാഹ മിൻ ഫളിഹി എന്ന ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു തആല അൻഹ ഖതീബത്തുൻ നിസാ എന്ന പേരിൽ അറിയപ്പെടുന്ന അസ്മാ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യമൊക്കെ വന്ന് ചോദിച്ചു. പള്ളിക്ക് പോവുക, ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുക, യുദ്ധത്തിന് പോവുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വലിയ വലിയ കൂലിയിട്ടുന്ന കാര്യം ഞങ്ങൾക്ക് പോവുകയാണല്ലോ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടേ എന്ന് പറഞ്ഞപ്പം നിങ്ങൾ അതിനൊന്നും കഷ്ടപ്പെടണ്ട, ഈ കൂലി നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾ അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അള്ളാഹു തആല നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന കൂലി ഈ യുദ്ധത്തിന് പോകുന്ന ആണുങ്ങൾക്കും ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആണുങ്ങൾക്കും കിട്ടുന്ന കൂലി നിങ്ങളുടെ വീട്ടിൽ അള്ളാഹു തആല തരുന്ന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പ്രഖ്യാപിച്ച ആനുകൂല്യം ബഹുമാനപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുത്തിയിറക്കിയിട്ട് ഈ ആനുകൂല്യം തട്ടിയെടുക്കുക. ഭാര്യയും ഭർത്താവും മാഷന്മാരാവട്ടിക്കൊളി യസി കേട്ടോ, ഭാര്യയും ഭർത്താവും ഉദ്യോഗസ്ഥന്മാരാ, രണ്ടാളും ടീച്ചർമാരാ. അങ്ങനെ ഭർത്താവ് 2 മാസം ലീവുള്ളൂ, ബാക്കി 10 മാസം പണിയെടുക്കണം. ഭാര്യയാണെങ്കിലോ അതിന്റെ അടുക്ക് ഗർഭിണിയായി. അങ്ങനെ പ്രസവ അവധി എന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസത്തെ നീണ്ട അവധി. അപ്പം ഭർത്താവുന്ന മാഷ് ഞങ്ങൾ 2 കൂടിയിട്ടാണ് എന്റെ ഭാര്യക്ക് ഗർഭം ഉണ്ടായത്, ഞങ്ങൾ 2 ജോലി ചെയ്തിട്ടാണ് ശമ്പളം കിട്ടുന്നത്, അതുകൊണ്ട് പ്രസവാവധി കൊടുക്കുകയാണെങ്കിൽ 3 മാസത്തെ അവധി എനിക്കും വേണം. കാരണം എന്താ, ഓൾക്ക് ഒറ്റക്ക് ഉണ്ടായതല്ലല്ലോ ഒരു സംഗതി, എനിക്കും കൂടി ഉണ്ടായതല്ലേ. അപ്പൊ ഓക്ക് ഇങ്ങനെ പെരയെ കുത്തിരുന്ന് കാണ്ട് ശമ്പളം വാങ്ങാന്നും ഞമ്മള് ഇടങ്ങാറായി കുട്ടികളെ ഇടയില് അയത്തിന്റെ തോണ്ടലും കൂക്കലും കളിയാക്കലും ഒക്കെ കേട്ട് 3 മാസം മെനക്കെട്ടിട്ട് എനിക്ക് കിട്ടുന്ന ആ കൂലി പെരയില് ടീച്ചറാവുന്ന എന്റെ ഭാര്യ പെരയില് കിടന്ന് കാല് നീട്ടി ഇങ്ങനെ കിടന്നിട്ട് വാങ്ങാണ്, അതുകൊണ്ട് അത് പറ്റൂല എന്ന് പറയുന്നത് പോലെയാണ് പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഗവൺമെന്റ് സ്ത്രീക്ക് കൊടുത്തൊരു ആനുകൂല്യമാണത്. കാരണം പ്രസവം എന്നത് പെണ്ണിനെ കഴിയൂ, അത് സമൂഹത്തിനോട് ചെയ്യുന്ന വലിയൊരു സേവനമാണ്. ആ സേവനം ചെയ്യുന്നത് കൊണ്ട് പ്രസവാവധിക്ക് ശമ്പളം കൊടുത്ത് അവളെ വീട്ടിലിരുത്തുകയാണ്. മാഷക്ക് അത് കിട്ടൂല, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നതുപോലെ വീട്ടിന്റെ കാര്യം വൽ മർഅത്തു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഭാര്യ ഭർത്താവിന്റെ വീട്ടിന്റെ കൈകാര്യകർത്തൃത്വം ഉള്ള അധികാരിയാണ്. അപ്പൊ അവര് വീട്ടിന്റെ കാര്യവും കുട്ടികളെ കാര്യവും ഒക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അവർക്ക് സമയാസമയങ്ങളിൽ പള്ളിയിൽ പോവുക എന്ന് പറഞ്ഞത് പ്രയാസമാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ സാമൂഹ്യ ബാധ്യതയാവുന്ന വീട്ടുകാര്യം നോക്കിക്കോളി, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളി, എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളെ പുതിയാപ്പളക്ക് തരുന്ന കൂലി നിങ്ങളെ വീട്ടിൽ നിന്ന് തരാൻ. അപ്പൊ ഈ അസൂയാലു ഈ 3 മാസം പ്രസവാവധി എനിക്കും വേണമെന്ന് പറഞ്ഞ മാഷ പോലെ ഇറ്റങ്ങളെ കുത്തിച്ചടിച്ച കാരണം നമ്മൾ പള്ളിയിൽ പോവാ കഷ്ടപ്പെടുക, എന്നിട്ട് ഞമ്മക്ക് ഈ വെയിലും മയും ഒക്കെ കണക്ക്, എന്നിട്ട് ഞമ്മക്ക് തന്നെ പെരേ തോൽക്ക് കിട്ടാൻ പറ്റും, പോയി നിങ്ങൾ ഇങ്ങോട്ടൊന്നും അറിയാം. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല സ്ത്രീക്ക് കൊടുത്ത ആനുകൂല്യമാണ് ജുമാക്കും ജമാഅത്തിനും പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞത്. ആ ആനുകൂല്യം തട്ടിത്തെറിപ്പിക്കുകയാണ് സ്ത്രീകളെ പള്ളിയിലേക്ക് അടിച്ചിറക്കുന്ന വഹാബി മൗലവിമാർ ചെയ്യുന്നത്. അവർ സ്ത്രീജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാവുന്നു അത്. അതുകൊണ്ട് അവർ വീട്ടിൽ വെച്ച് ളുഹ്ർ നിസ്കരിച്ചാൽ മതി, പള്ളിയിൽ പോയി ഹറമിലാണെങ്കിലും അല്ലാത്തോടത്താണെങ്കിലും ജുമായിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നിയമം. ഇനി ഒരു പെണ്ണ് തെറ്റിദ്ധരിച്ച് വിവരമില്ലാത്തതിന്റെ പേരിൽ ഹറമിൽ പോയി നിസ്കരിക്കുന്ന വലിയ പുണ്യാണെന്ന് മനസ്സിലാക്കി ആ പെണ്ണ് ഹറമ് പോയിട്ട് ജുമാ നിസ്കരിച്ചു, അന്യപുരുഷന്മാരുമായിട്ട് ഇടകലരാതെ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇരുന്ന് ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും, ളുഹ്ർ മടക്കി നിസ്കരിക്കേണ്ടതില്ല. പക്ഷേ വീട്ടിലിരുന്ന് നിസ്കരിക്കുന്ന ആ പുണ്യം സ്ത്രീക്ക് ഇതുകൊണ്ട് കിട്ടുന്നതല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും ഉസ്താദ്. പിന്നെ ഫാത്തിഹ അത്തഹിയാത്തൊക്കെ ഓതുമ്പോൾ മഖ്റജും അതുപോലെ തന്നെ അതിന്റെ സിഫത്തൊക്കെ സൂക്ഷിച്ച നിബന്ധനയാണ് നമ്മൾ മുമ്പ് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. അപ്പൊ അത്തഹിയാത്തില് അതില് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ അള്ളാഹ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റുള്ള തഅനീസിന്റെ ഹാ അത് നമ്മൾ ഉച്ചരിക്കൽ നിർബന്ധം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം മെല്ലെ വന്ന സമയത്ത് അത് ഉച്ചരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാറുണ്ട്.
അപ്പൊ അത് ഉച്ചരിക്കൽ നിർബന്ധമാണോ അല്ലേ എന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇല്ലല്ലാഹു എന്നോർത്ത് നിങ്ങൾ മനസ്സിലാക്കിയോർത്ത് ചെറിയൊരു അബദ്ധമുണ്ട്. തേനീസിന്റെ ഹാ അല്ലാതെ, മനസ്സിലായില്ലേ? അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ അസ്ലിയായ ഇലാഹ് എന്നതില് അലിഫ്ലാമ് കേറിയിട്ട് അൽ ഇലാഹ് എന്നതാണ്. ശരിക്കുള്ളത് ഇലാഹ് എന്നാണ് പദം. ആ ഇലാഹ് എന്ന പദത്തിൽ അൽ എന്ന വാക്യം കൂടിച്ചേർന്ന് അൽ ഇലാഹ് എന്നിടത്ത് ഇലാഹ് എന്നതിലുള്ള ഹംസ കളഞ്ഞുകൊണ്ട് ഇദ്ഗാം ചെയ്ത് അല്ലാഹു എന്നാണ് യഥാർത്ഥത്തിലുള്ളത്. മനസ്സിലായില്ലേ? അത് പിന്നെ തഫ്ഹീം ചെയ്തുകൊണ്ട് അല്ലാഹു എന്ന് പറയുന്നു. അത് അല്ലാഹു എന്ന് പറയൽ കൂട്ടിയുച്ചരിക്കുമ്പോഴേ പറയൂ. വഖഫ് ചെയ്യുന്ന സമയത്ത് സാക്കിനായ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹാ സുക്കൂനായി വരുന്ന സമയത്ത് വഖഫ് ചെയ്യുക, അതായത് ഹാമൽ വഖഫ് ചെയ്യുന്ന സമയത്ത് അത് ഒരു കാറ്റായ വരിക. അത് ശബ്ദം കൂടുതൽ വേണമെന്നില്ല. ശബ്ദം കുറച്ച് സിറായി പറയുമ്പോഴും ഈ കെലിമത്തിന്റെ അസ്ലിയായ ഹുറൂഫുകളിൽപ്പെട്ട ഹർഫാണ് ഇലാഹ് എന്നതിലുള്ള ഹാ ആണ് ഈ ഇല്ലല്ലാഹു എന്നിടത്ത് വരുന്നത്. അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലല്ലാഹ് എന്ന ഹാ കാറ്റായി വരേണ്ടതാവുന്നു. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാനിവിടെ സൗദിയിലുള്ളത്. ഈ അസറിന്റെ റവാത്തിബ് സുന്നത്തും സുബൈന്റെ റവാത്തിബ് സുന്നത്തും ശബ്ദല്ലേ ഹബീബേ? ശബ്ദം ഞാൻ സൗദി അറേബ്യയിലാണ് ഉള്ളത് എന്ന ഭാഗം കേട്ടിരുന്നു. പിന്നീട് ശബ്ദമൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒന്നിരിക്കൽ മൈക്ക് ശരിയാക്കിയിട്ട് വരിക. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ അധിക സമയം നീളൂല. കാരണം എന്താന്ന് വെച്ചാലേ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് അരീക്കോട് മജ്മഅ, നമ്മുടെ സുന്നികളുടെ ദഅവാ കോളേജുകളുടെ മാതാവ് എന്ന് പറയാൻ പറ്റുന്ന, നമ്മുടെ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ആദ്യം നിലവിൽ വന്ന ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി വെണ്ണക്കോട് പ്രിൻസിപ്പലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട SSF സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ സ്ഥാപിതമായ ദഅവാ കോളേജ്. ഇന്നത് കേരളത്തിൽ ധാരാളം ദഅവാ കോളേജുകൾ വന്നു. അൽഹംദുലില്ലാഹ്, ഖൈറാണ്. മുസ്ലിം സമുദായത്തിന്റെ ഒരു പുതിയ ഉണർവാണത്. രണ്ട് വിദ്യാഭ്യാസവും കൂടി കൊടുത്ത് മുസ്ലിങ്ങളിൽ വലിയൊരു ഭാഗം ആളുകളെ ദഅവാ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദീനിയും ദുന്യവിയുമായ രണ്ട് വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം. അതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആദ്യത്തിൽ നമ്മുടെ രംഗത്ത് സ്ഥാപിതമായ ദഅവാ കോളേജാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് മർക്കസിൽ തൽക്കാലം ഒന്ന് സ്ഥാപിച്ചിരുന്നു. പക്ഷേ അത് അധികം നീണ്ടു നിന്നില്ല. ചില കാരണങ്ങളാൽ അത് അവിടെ നിന്ന് മാറ്റി ദാറുൽ മാരിഫിലേക്ക് മാറ്റുകയും ബഹുമാനപ്പെട്ട ബാബുസ്താദിന്റെ നേതൃത്വത്തിൽ അത് ഇന്നും നടന്നു വരുന്നുണ്ട്. എന്നാൽ ശരിയായ നിലക്ക് SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി വണ്ണക്കോടിന്റെ പ്രിൻസിപ്പളായിക്കൊണ്ടുള്ള ആ ദഅവാ കോളേജ് അതൊരു വലിയ വിപ്ലവമായി മാറി. ഇന്ന് കേരളത്തിൽ അതൊരു സുന്നത്ത് ജമാഅത്തിനിടയിൽ ഒരു പുതിയ നവോത്ഥാനത്തിന്റെ തന്നെ മേഖലയായി വരുന്നു. അപ്പൊ ആ പ്രധാനപ്പെട്ട ദഅവാ കോളേജ് ആവുന്ന അരീക്കോട് മജ്മഅ, അതിലെ ഒരു പ്രധാനപ്പെട്ട മുദരിസ് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ഒക്കെ ശരീക്കായിരുന്ന ഒരു ബാക്കവി, അബ്ദുള്ള ബാക്കവി എന്ന ഉസ്താദ് 7 വർഷമായിട്ട് മഹാനവർകള് മജ്മഅയിലെ പ്രധാന മുദരിസ. അദ്ദേഹം ഇന്ന് ഉച്ചക്ക് വഫാത്തായി. അപ്പോ അങ്ങനെയുള്ള ഉസ്താദന്മാർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതൊക്കെ നമുക്ക് നാളേക്ക് ബാക്കിയുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള്
ഒരു യാസീൻ ഓതി ഉസ്താദിന്റെ മേലില് നമ്മളൊന്നാണ് ദ്വാരക്കുക. ഉസ്താദ് വലിയ മഹാനാണ്, അവർക്ക് നമ്മൾ യാസീൻ ഓതിയിട്ടില്ലെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വരും. അതേ സമയത്ത് അവർക്ക് വേണ്ടി നമ്മളൊരു യാസീൻ ഓതിയാൽ അതുകൊണ്ട് ഫലം അവർക്ക് കിട്ടുന്നതിന്റെ പുറമെ അവരുടെ ദുആ ബർക്കത്ത് കൂടി നമുക്ക് കിട്ടും. അപ്പൊ നമ്മളെ കാര്യം സലാമത്താവും. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. എന്താ കീശിരിയെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ബഹുമാനപ്പെട്ട അബ്ദുള്ള ബാഖി ഉസ്താദ് അവരുടെ പേരിൽ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ആരെങ്കിലും ഖത്തത്തിന് സൗകര്യപ്പെടുമെങ്കിൽ നിങ്ങൾ തെക്കുമല ഉസ്താദൊക്കെ ഉണ്ടല്ലോ, ഖത്തം എടുക്കണമെങ്കിൽ എടുക്കുക. അത് നമുക്ക് യാസീൻ ഓതി ദുആരുന്നതിന് ശേഷം തെക്കുമല ഉസ്താദ് ഒരു മിനിറ്റ് അറിയേണ്ടത് ഉസ്താദ് മൈക്കെടുത്തോളി, മൈക്ക് എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് എന്നിട്ട് നമുക്ക് ഈ ബാഖി ഉസ്താദ് അവർ അബ്ദുള്ള ബാഖി ഉസ്താദ് അവരുടെ മേലിൽ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാം. പിന്നെ കൂട്ടത്തില് നമ്മുടെ ഇപ്പോ